വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. സോ നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1ന്റെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് നിങ്ങളുടെ മാത്തമാറ്റിക്സ് പേപ്പറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനെ പറ്റി കുറെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്സ് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലെ. എഞ്ചിനീയറിംഗ് സ്ട്രീം പഠിക്കുന്നവരാണ്. സോ മാത്സ് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന നമ്മൾ ഈ മാത്സ് പഠിക്കണേ എന്ന് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാം. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്സ് പഠിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്, അവിടുത്തെ ഓരോ കേഴ്സർ മൂവ് ചെയ്യുന്നതും, നിങ്ങളൊരു എക്സൽ ഷീറ്റിൽ വർക്ക് ചെയ്യുന്നതും ഒക്കെ അവിടെ മാത്തമാറ്റിക്സ് ആണ്, മെട്രിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്, വെക്ടേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ പിന്നിലുള്ള മാത്തമാറ്റിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, അതൊക്കെ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ട്രാഫിക് കറക്റ്റ് ശരിയാക്കുന്നത്, അതുപോലെ ഇപ്പോൾ നമ്മുടെ സാധാരണ ട്രാഫിക് അതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുന്നത്, അതിനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള മാത്തമാറ്റിക്സ് അറിയണം അല്ലെ. സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിൽ മാത്തമാറ്റിക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പേപ്പറുകളൊക്കെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ സപ്ലൈ ഇല്ലാണ്ട് നന്നായിട്ട് കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ പോവാം. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അതാണ് മെയിൻ. ഓക്കെ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കോർ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് മേ ബി മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ മാത്സ് പേപ്പറിൽ നിങ്ങൾക്ക് അറിയുന്നതാണ് മാത്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന്. അത് ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലായിരിക്കും. സോ അത് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അത് ചെയ്യുന്നിടത്താണ് കാര്യമുള്ളത്. അല്ലാണ്ട് ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേ ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ ഈ വർഷവും സെയിം ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല. ചെറിയ എന്തെങ്കിലും വ്യത്യാസം വന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അത് എന്താണ് നിങ്ങൾ പഠിക്കുന്നത്, എന്താണ് അവിടെ പറയുന്നത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളിങ്ങനെ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ള ആ പേപ്പറിലെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് എഴുതി വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ്, അത് നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുക അല്ലെ. അപ്പോൾ അവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾ എന്തെങ്കിലും കീവേഡ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഓർത്ത് വെച്ചിട്ടുണ്ടാവുക അല്ലെ. സോ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. എന്താണ് ഓരോ കാര്യങ്ങളും പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്നോട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ കോളേജിലെ ടീച്ചേഴ്സിനെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ ചിലപ്പോൾ പേടിയും മടിയും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, സോ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വരികയാണെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ അറിയുന്ന പോലെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ എഞ്ചിനീയറിംഗിലെ മാത്സ് ആണ് എന്ന് കരുതിയിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളൊക്കെ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് ഇതൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. മാത്സിൽ എല്ലാവർക്കും കുറച്ചും കൂടെ എളുപ്പമാണ് ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ. ഡിഫറൻഷിയേഷൻ മേ ബി എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരിക്കും. സോ അതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ചും കൂടെ ഹയർ വേർഷൻസ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ജേർണിയിൽ അത് മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് പോവാം. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? മാത്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഉഴപ്പാനൊന്നും നിൽക്കൊന്നും ചെയ്യരുത്. എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴേ പറയാണ്, ഞാൻ പറയുന്നത് വെറുതെ കേട്ടിരിക്കുക മാത്രം ചെയ്യരുത്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലംസ് നിങ്ങളും വർക്കൗട്ട് ചെയ്യണം. ആൻഡ് ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേന്ന് നിങ്ങൾ സ്വന്തം നിങ്ങളോട് തന്നെ ചോദിക്കാം. ഓക്കെ, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ പേപ്പറിന്റെ കോഡ്
നിങ്ങളുടെ പേപ്പറിന്റെ കോഡ് നിങ്ങൾ മറക്കരുത്, GAMAT 101. ഗ്രൂപ്പ് എക്കാരുടെ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 1 അല്ല, മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമേഷൻ സയൻസ് അങ്ങനെയുള്ള ഗ്രൂപ്പ് എയിലെ ബ്രാഞ്ചസിലെ കുട്ടികളുടെ പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസ് നോക്കാം. സോ സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. കാരണം ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യൽസ്, ടാൻജന്റ് ഫംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നോക്ക്, സിലബസിൽ എന്തൊക്കെയാ വരുന്നത്? ഫസ്റ്റ് നമ്മൾ ഒരു ഫംഗ്ഷന്റെ കാൽക്കുലസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ കാൽക്കുലസിന്റെ ബേസ് തൊട്ട് ഹയർ വേർഷൻ വരെ നിങ്ങൾ പഠിക്കുന്നതാണ് ഈ ഒരു പേപ്പറിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കാരണം കാൽക്കുലസ് നമ്മൾ മിക്ക സമയത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് ലിമിറ്റ്സ് വെച്ചിട്ടാണ്. സോ ലിമിറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂറ്റിയിലെത്തി, ദെൻ ഡെറിവേറ്റീവ്സിലേക്ക് പോയി, അങ്ങനെ അങ്ങനെ എന്താ പറയുക, ഫോം ചെയ്ത് വരുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങളുടേത്. ഓക്കെ, സോ ഇവിടെ പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, ബേസിക് നോളജ് ഇൻ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ ആ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കുകയാണ് ശരിക്കും ഈ മൊഡ്യൂളിൽ ചെയ്യുന്നത്. ഓക്കെ, കാൽക്കുലസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്കിവിടെ ബേസ് തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ ടോപ്പിക്സ് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ടോപ്പിക്സ് ആയിട്ട് ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ വാല്യൂസ്. ആദ്യം നമ്മൾ ലിമിറ്റിനെ പറ്റിയാണ് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റിനെ പറ്റി പഠിക്കും. ഓക്കെ, എന്താണ് ലിമിറ്റ്? എന്താണ് ലിമിറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, +1 +2 നിങ്ങൾ ലിമിറ്റ് പഠിച്ചിട്ടുണ്ടാവും. സോ കറക്റ്റ് എന്താണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ അവിടെ നിന്ന് നമ്മൾ ലിമിറ്റ് ചെയ്ത് നമ്മൾ നേരെ പോവുക കണ്ടിന്യൂറ്റിയിലേക്കാണ്. ഓക്കെ, ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, സോ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി, പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, എന്നിട്ട് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റിയും കഴിഞ്ഞ് നമ്മൾ പോകുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്, ഓക്കെ, ഡെറിവേറ്റീവ്സിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കും. ഓക്കെ, സോ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്, ദെൻ ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും, പിന്നെ അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഓരോ നമ്മുടെ ബേസിക് ഫംഗ്ഷൻസിന്റെയും ഒക്കെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. ദെൻ വി വിൽ സ്റ്റഡി സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലാണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനും തേർഡ് ഡെറിവേറ്റീവ്, ഫോർത്ത് ഡെറിവേറ്റീവ്, ഫിഫ്ത്ത് ഒക്കെ കാണാൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ചെയിൻ റൂൾ പഠിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയിൻ റൂള് നമ്മൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെയിൻ റൂൾ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേ ബി. അപ്പോൾ ആ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് പല ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ടാൻജൻസ് ആൻഡ് നോർമൽ ലൈൻസ്. സോ ഈ ഒരു ഡെറിവേറ്റീവ്സ് കാണുന്നതിന്റെ തന്നെ ഒരു മെയിൻ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കാണുന്നതിന് പറയാൻ പറ്റും. സോ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, അത് വെച്ചിട്ട് നോർമൽ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ നമ്മൾ ലീനിയറൈസേഷൻ എന്ന് പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ഒരു കേർവിനെ നമ്മൾ ലീനിയറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കേർവിനെ നമുക്ക് എങ്ങനെ ലീനിയറൈസ് ചെയ്ത് വ്യൂ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കും. അവിടെ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നമ്മൾ കോൺകേവിറ്റി പഠിക്കും. ഓക്കെ, കോൺകേവിറ്റി എന്ന് പറയുന്ന സംഭവം എന്താണെന്നും, കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം മിനിമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുന്നതൊക്കെ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് കോൺകേവിറ്റി. സോ കോൺകേവിറ്റി എന്താണെന്നും അതിന്റെ എങ്ങനെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷന്റെ കോൺകേവിറ്റി കണ്ടുപിടിക്കാമെന്നും നമ്മൾ പഠിക്കും. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. സോ ഒരു ഫംഗ്ഷൻ കോൺകേവ് അപ്പ് ആണോ അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. സോ അത് യൂസ് ചെയ്ത് നമ്മൾ ഒരു ഫംഗ്ഷന്റെ കോൺകേവിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സിലബസിന്റെ പാത്ത് നോക്കിക്കേ, ലിമിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂറ്റിയിലെത്തി, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ചിലൂടെ നമ്മൾ ഡെറിവേറ്റീവ്സിലെത്തി, ദെൻ ലീനിയറൈസേഷൻ പഠിച്ച് പിന്നെ നമ്മൾ കോൺകേവിറ്റിയിൽ എത്തുകയാണ്.
ഓക്കെ, സോ ആ ഒരു കാൽക്കുലസിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, സോ പഠിക്കുകയല്ലേ നമുക്ക്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം. ഈ കോൺകേവിറ്റിയും ലീനിയറൈസേഷനും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മേ ബി പുതിയ ടോപ്പിക്സ്. സോ നോക്കാം, കോൺകേവിറ്റി ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്ന അതേ ഒരു പ്രൊസീജിയർ പോലെ തന്നെയാണ്. ഇവിടെ കുറച്ച് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ സിലബസിന്റെ പ്രാക്ടിക്കൽ സോ നമ്മൾ ഈ സിലബസിന്റെ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഈ കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ കോൺസെപ്റ്റ്സ് എന്താണ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി അല്ലെ. ലിമിറ്റും കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ അത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, യൂസ്ഡ് ടു ക്രിയേറ്റ് സ്മൂത്ത് ആനിമേഷൻസ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ സ്ട്രീമിംഗ്. സോ ലിമിറ്റും കണ്ടിന്യൂറ്റിയും ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ക്രിയേറ്റ് സ്മൂത്ത് ആനിമേഷൻസ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ സ്ട്രീമിംഗ്. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻസ്. ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂറ്റിന്റെ കേസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആനിമേഷൻസിനെയൊക്കെ ബ്രേക്ക് ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻസ് ഉണ്ടാക്കാൻ, ദെൻ ഗ്രാഫിക്സ്, വീഡിയോ സ്ട്രീമിംഗ് ഒക്കെ അതൊക്കെ സ്മൂത്ത് ആയിട്ട് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഇത് ഈ കണ്ടിന്യൂറ്റി ലിമിറ്റ് ഒക്കെ അനലൈസ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഹെൽപ്സ് AI സിസ്റ്റംസ് ആൻഡ് സിമുലേഷൻസ് ബിഹേവ് വിതൗട്ട് സഡൻ ജംപ്സ് ഓർ എറേഴ്സ്. സോ ഈ AI സിസ്റ്റംസിനെ സിമുലേഷൻസിനെ ഒക്കെ അവരുടെ എറേഴ്സോ സഡൻ ജംപ്സോ ഒന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആണോ, അവരുടെ കേർവ് അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ സ്മൂത്ത് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ സിഗ്നൽ ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ സിഗ്നൽ പ്രോസസ്സിംഗ് ആണെങ്കിലും ഇമേജ് പ്രോസസ്സിംഗ് ആണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലിമിറ്റിൻ്റെയും കണ്ടിന്യൂറ്റിയുടെയും കൺസെപ്റ്റ്. ഓക്കെ, കാരണം അതെല്ലാം നമുക്ക് എന്താണ് ബ്രേക്ക് ഇല്ലാണ്ട് നടക്കണം അല്ലേ. സോ അതൊക്കെ നമുക്ക് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ആ ഫംഗ്ഷൻസിന്റെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും അനലൈസ് ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് ഡെറിവേറ്റീവ്സ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് ഡെറിവേറ്റീവ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. സോ ആ ഒരു ചേഞ്ച് അനലൈസ് ചെയ്യാന്ന് പറയുന്നത് പല മൂവ് ചെയ്യുന്ന ഏതൊരു സിസ്റ്റംസിനും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്ക്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ് ആൻഡ് AI ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ്. സോ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് പല സ്ഥലത്തും നമ്മൾ കാണുന്നതാണ്. സോ ഈ AI ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസിലൊക്കെ അവിടെ നമ്മൾ ഈ മാക്സിമം മിനിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എറേഴ്സ് മിനിമൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെറിവേറ്റീവ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ helps analyze CPU speed, network traffic and system performance. So കമ്പ്യൂട്ടറിന്റെ സ്പീഡ്, അതിന്റെ നെറ്റ്വർക്ക് ട്രാഫിക്, സിസ്റ്റം പെർഫോമൻസ് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ എസെൻഷ്യൽ ഇൻ റോബോട്ടിക്സ്, ഓട്ടോണോമസ് വെഹിക്കിൾസ് ആൻഡ് ഗെയിം ഫിസിക്സ് എഞ്ചിൻസ്. ഓക്കെ, സോ റോബോട്ടിക്സിലും ഓട്ടോണോമസ് വെഹിക്കിൾസിലും ഫിസിക്സ് എഞ്ചിൻസിലും ഒക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. വെഹിക്കിൾസിന്റെ കേസിലൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെറിവേറ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. ദെൻ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് നമ്മൾ എന്തിനാണ്, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിനേക്കാളും വലിയ ഓർഡർ ഉള്ളത് അല്ലെ. സോ അത് നമുക്ക് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ഹെൽപ്സ് സ്റ്റഡി മോഷൻ, ആക്സിലറേഷൻ ആൻഡ് ചേഞ്ചിങ് വെലോസിറ്റീസ്. ഓക്കെ, സോ ആക്സിലറേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ അല്ലെ. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു മൂവിങ് വെഹിക്കിളിന്റെ അല്ലെങ്കിൽ എന്തൊരു സാധനത്തിന്റെയും ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് വേണം അല്ലെ. ദെൻ used in gaming, physics, robotics and virtual reality systems. So AR/VR സിസ്റ്റംസിലും ഒക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സഡൻ ഉണ്ടാവുന്ന സ്പീഡ് ചേഞ്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ എയറോസ്പേസ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് ട്രാജക്ടറി കാൽക്കുലേഷൻസ്. സോ ഇത് മെയിനായിട്ട് നമ്മുടെ ഈ എയറോസ്പേസ്, സ്പേസ് ക്രാഫ്റ്റ് അതിൻ്റെയൊക്കെ ട്രാജക്ടറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് മെയിനായിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, കാരണം ആ ഒരു ആക്സിലറേഷൻ കൂട്ടുക, കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് മാനുവലി നമ്മൾ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സിസ്റ്റംസ് വെച്ചിട്ട് ചെയ്യുന്നത് അവിടെയാണ് അല്ലേ. നമുക്ക് അവിടെ പോയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതിനൊക്കെയുള്ള സിസ്റ്റംസ് നമ്മളിവിടെ നിങ്ങൾ ബിൽഡ് ചെയ്യണം അല്ലെ. അപ്പൊ അത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓരോന്നിനെയും നിങ്ങൾ അവിടെ സിസ്റ്റംസ് ഉണ്ടാക്കും. സോ അവിടെ ഒക്കെ ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്ന ടേംസ് ഒക്കെ അവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആക്സിലറേഷൻ മാത്രമല്ല ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ. ദെൻ ചെയിൻ റൂൾ നോക്കുകയാണെങ്കിലോ, ഇറ്റ്സ് കോർ മാത്തമാറ്റിക്സ് ബിഹൈൻഡ് ഡീപ്പ് ലേണിംഗ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ ഈ ഡീപ്പ് ലേണിംഗിന്റെയും ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള അതിന്റെ പിന്നിലുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചെയിൻ റൂൾ ആണ്. ഓക്കെ, ആ ഒരു ചെയിൻ റൂളിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ന്യൂറൽ നെറ്റ്വർക്സും ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ആ ഒരു എന്താ പറയാ, ഒരു ഫംഗ്ഷന്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ, അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് നമ്മുടെ ഡീപ്പ് ലേണിംഗിലും ന്യൂറൽ നെറ്റ്വർക്സിലും ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബാക്ക് പ്രൊപ്പഗേഷൻ വിച്ച് അലോസ് AI മോഡൽസ് ടു ലേൺ ഫ്രം എറേഴ്സ്. സോ ബാക്ക് പ്രൊപ്പഗേഷനിലും അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നതാണ്. ഇന്നത്തെ നമ്മുടെ മോഡേൺ ടെക്നോളജീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലെ? ഈ ML-ന്റെ നമ്മൾ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ ഒക്കെ. സോ അതില് നമ്മുടെ AI മോഡൽസിനെയൊക്കെ എറേഴ്സ് എന്ന് ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെയിൻ റൂൾ അവിടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, then powers technologies like ChatGPT, recommendation systems and speech recognition. So പുതിയ ടെക്നോളജീസ് ആയിട്ടുള്ള ChatGPT, recommendation systems and speech recognition, അങ്ങനത്തെ പുതിയ ടെക്നോളജീസിനെയൊക്കെ അതെന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, then implicit differentiationന്റെ കേസ് നോക്കുകയാണെങ്കിൽ it is used in 3D graphics, computer aided design and animation. ഓക്കെ, ഇപ്പൊ 3D ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ CAD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അല്ലെ? നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്, എഞ്ചിനീയറിംഗിന്റെ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് CAD. സോ അതില് നമ്മൾ CAD-ൽ ആനിമേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കിവിടെ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോ CAD മാത്രമല്ല, നമ്മൾ വേറെ എന്തൊരു സോഫ്റ്റ്വെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഈ ഡെറിവേറ്റീവ്സ്, വെക്ടേഴ്സ്, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. Okay, then it helps generate complex curves and surfaces in virtual environments. Okay, virtual environmentsലൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കേഴ്സും സർഫസസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ മോഡലിംഗ് ഒബ്ജക്ട്സ് ഫോർ ഗെയിമിംഗ് ആൻഡ് സിമുലേഷൻസ്. സോ ഗെയിമിങ്ങിനും സിമുലേഷൻസിനും ഒക്കെ ഒബ്ജക്ട്സിനെ മോഡൽ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ടാൻജന്റ് ആൻഡ് നോർമൽ ലൈൻസ്. ടാൻജന്റ് ആൻഡ് നോർമൽ ലൈൻസ് എന്തിനാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഒരു കേർവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടാൻജന്റ് ലൈൻ നമുക്ക് അവിടെ എത്രത്തോളം സ്ലോപ്പ്, ആ കേർവിന്റെ ഓരോ പോയിന്റിലും എത്രത്തോളം സ്ലോപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ടാൻജന്റ് ലൈൻ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൊളീഷൻ ഡിറ്റക്ഷൻ ആൻഡ് റിയലിസ്റ്റിക് റിഫ്ലക്ഷൻസ് ഇൻ ഗെയിംസ്. സോ ഗെയിമിലൊക്കെ നമുക്ക് എത്രത്തോളം അവിടെ കൊളീഷൻ സംഭവിക്കാം, നമുക്ക് ആ സ്ലോപ്പ് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ വസ്തുക്കളും തമ്മിൽ എത്രത്തോളം കൊളീഷൻ സംഭവിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൊളീഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഗെയിംസിലെ റിയലിസ്റ്റിക് റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, then helps robots and autonomous vehicles determine path and directions. So ഈ റോബോട്ട്സിനെയും ഓട്ടോണോമസ് വെഹിക്കിൾസിനെയും ഒക്കെ അവരുടെ ഒന്നും എന്തല്ല, റോബോട്ടിക് വെഹിക്കിളും ഓട്ടോണോമസ് വെഹിക്കിളും ഒന്നും നമ്മൾ ഓടിക്കുന്നതല്ല, അല്ലെ? അത് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. സോ അവർക്കൊക്കെ പാത്ത് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഈ ടാൻജന്റ് ലൈനും നോർമൽ ലൈനും ഒക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ സിമുലേഷൻസ്. സോ ഗ്രാഫിക്സിലും ഒക്കെ അതെന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ലീനിയറൈസേഷൻ. ലീനിയറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കേർവിനെ അതിൻ്റെ ഒരു സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ടാൻജൻസ് എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ലീനിയറിറ്റി പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളെ കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള വേയിൽ നോക്കിക്കാണാൻ ലീനിയറൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സ് സിസ്റ്റംസ് ഫോർ ഫാസ്റ്റർ കമ്പ്യൂട്ടേഷൻ ആൻഡ് പ്രഡിക്ഷൻ. സോ കമ്പ്യൂട്ടേഷൻ ഫാസ്റ്റർ ആക്കാനും പ്രഡിക്ഷൻ ഒക്കെ ഈസി ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കോംപ്ലക്സ് സിസ്റ്റത്തിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ലീനിയറൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, then it is used in AI models, simulations and real-time control systems. So AI modelsലും simulationsലും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, and it helps computers make quick approximations efficiently. Okay, so എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും അതിൻ്റെ അപ്രോക്സിമേഷൻസ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ലീനിയറൈസേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കോൺകേവിറ്റി ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇത് എവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ടു മാക്സിമൈസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ കോൺകേവിറ്റി വരുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിലാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷന്റെ എവിടെയാണ് ഫംഗ്ഷന്റെ മാക്സിമം വരുന്നത്, മിനിമം വരുന്നത് എന്നൊക്കെ നമുക്ക് അതുവഴി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനും കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെഷീൻ ലേണിംഗ് ഫോർ ഇംപ്രൂവിംഗ് മോഡൽ പെർഫോമൻസ്. സോ മെഷീൻ ലേണിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മെഷീൻ ലേണിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഓരോ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. മെഷീൻ ലേണിംഗ് മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ ആ മോഡൽസിന് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മോഡൽസിന്റെ എഫിഷ്യൻസി കൂട്ടാനും അവരുടെ ട്രെയിനിങ്ങിനും ഒക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്, ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മുടെ ബിസിനസ് അനലിറ്റിക്സിനും ഷെഡ്യൂളിങ്ങിലും റിസോഴ്സ് മാനേജ്മെന്റിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് നമ്മുടെ ഈ കോൺകേവിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പഠിക്കുന്ന ടോപ്പിക്സിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നിങ്ങളൊന്നും വെറുതെ പഠിക്കുന്ന ടോപ്പിക്സ് അല്ല. ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്ന മാത്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ, നമ്മുടെ മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. സോ നമ്മുടെ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അല്ലെ. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ആണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ ലിമിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +2 അല്ലെ. അപ്പോ ലിമിറ്റ് എന്താണെന്നാണ് നിങ്ങൾക്ക് എന്താ അറിയാം, ലിമിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് അല്ലെ ഈക്വൽ ടു സം വാല്യൂ. ഇങ്ങനെ നിങ്ങൾ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ആക്ച്വലി ആ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ലിമിറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്താണ്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ കാറിൽ ഇങ്ങനെ പോവാണ്, ഒരു റോഡിലൂടെ ഇങ്ങനെ ഒരു കാറിൽ നിങ്ങൾ ഇങ്ങനെ പോവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു റോഡ് ഉണ്ട്. ആ റോഡിൽ കൂടെ ഒരു കാറിൽ നമ്മൾ ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ ഈ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഈ ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അയാൾക്ക് മനസ്സിലാവും അല്ലെ, അയാൾക്ക് മനസ്സിലാവും ഞാൻ ഈ പോകുന്നത് ഈ പോസ്റ്റിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവൂലേ അല്ലെ. അവിടത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇതുവഴി പോകുന്ന സമയത്ത് ഞാൻ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഈ പോസ്റ്റിന്റെ അടുത്തേക്കാണ് എത്തുക എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പോ എൻ്റെ കാറ് ഇവിടെ ഇതിലൂടെയാണ് പോണത് അല്ലെ, ഈ റോട്ടിലൂടെയാണ് എൻ്റെ കാറ് പോകുന്നത്. പക്ഷെ അത് ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഈ പോയിന്റിൽ അത് എത്തുന്നത് എവിടെയാണ്, ഈ പോസ്റ്റിന്റെ അടുത്താണ് അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ, നമ്മുടെ ഇൻപുട്ടിന്റെ വാല്യൂ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ എഴുതാന്ന് അറിയാലോ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലെ. സോ ഫംഗ്ഷന്റെ മെയിൻ റോൾ എന്താണ്? ഫംഗ്ഷന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് തരികയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് തരികയാണ് നമുക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ എക്സിന്റെ വാല്യൂ, ഈ ഇൻപുട്ടിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, എന്താ ആ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു വാല്യൂ, അതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എഴുതുന്നത് ലിമിറ്റിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഇതുപോലെയാണ് എഴുതുക അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം വാല്യൂ. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇങ്ങനെയല്ലേ നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ എഴുതുക. സോ ഈ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ലിമിറ്റിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. നോക്ക്, സോ ഇവിടെ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ നോക്ക്, ഈ എക്സ്റ്റെൻസ് ടു എ എന്ന് പറയുന്നത് എന്താ സംഭവം? ആസ് യു അപ്രോച്ച് എ അലോങ് ദി എക്സ് ആക്സിസ്. ഓക്കെ, സോ നോക്ക്, നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ അല്ലെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ആ പോയിന്റിലാണ് നമുക്ക് എ ഉള്ളത്. ആൻഡ് ഇതിലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആ പോയിന്റിലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചപ്പോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, അപ്പൊ നമുക്ക് എനെ ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പോ ഈ പോയിന്റിലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കർവിലുള്ള ഈ ഒരു വാല്യൂ അല്ലേ നമ്മുടെ എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോ നോക്കിക്കേ,
ഞാൻ ഈ എക്സ് ആക്സിസിലൂടെ അലോങ് ദി എക്സ് ആക്സിസ് ഞാൻ എയിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ കേർവ് നോക്കിയാൽ എന്താ മനസ്സിലാവുക? എൻ്റെ ഈ കേർവിലെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നു, അതിനെയാണ് ഞാൻ ലിമിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ലിമിറ്റ്. ഓക്കെ, നോക്ക്, ആസ് യു അപ്രോച്ച് എ അലോങ് ദി എക്സ് ആക്സിസ്, നിങ്ങൾ എക്സ് ആക്സിസിലൂടെ എയിലേക്ക് വരുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എയിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, എ കറക്റ്റ് ആവണമെന്നില്ല, ഓക്കെ, എയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാനിവിടെ പറഞ്ഞ പോലെ ഈ പോസ്റ്റിലേക്ക് പോകുന്ന ഒരാൾക്ക് മനസ്സിലാവും അത് ആ സിഗ്നലിന്റെ അവിടേക്കാണ് വരുന്നത് എന്ന് അല്ലെ. ഇതിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും അത് ആ സിഗ്നലിന്റെ അടുത്തേക്കാണ് ഈ കാർ മൂവ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും അല്ലെ. സോ എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്. ഇതാണ് ഫംഗ്ഷൻ അല്ലെ. ഫംഗ്ഷന്റെ വാല്യൂവിനെയാണ് നമ്മൾ ആ കേർവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത് അല്ലെ. ഇൻപുട്ടിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് വൈന്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതാണ് നമ്മുടെ ഈ ഗ്രാഫിലുള്ളത് അല്ലെ. സോ ഇത് എക്സ് ഈക്വൽ ടു എ ആവുമ്പോഴത്തെ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെയാണ്. ഓക്കെ, അപ്പോ ആസ് എക്സ് അപ്രോച്ചസ് എ, എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? എഫ് ഓഫ് എക്സ് ഈ എൽ എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്ക്, ആസ് യു അപ്രോച്ച് എ അലോങ് ദി എക്സ് ആക്സിസ്, സോ എക്സ് ആക്സിസിലൂടെ എക്സിന്റെ വാല്യൂസ് രണ്ട് സൈഡിൽ നിന്നും എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലിലേക്ക്. സോ അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ എയിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ഇതെങ്ങനെയാണ്? ഇതിങ്ങനെ ദൂരെ നിന്ന് വന്ന് ഇവിടെ എയിലെത്തും അല്ലെ. സോ ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തു നിന്നാണ് എയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ 0.1, 0.01, 0.001 അങ്ങനെ 1ലേക്ക്, സോറി 0.1 അല്ല 0.9. ഓക്കെ, അപ്പോൾ ഇവിടെ 0.9, 0.99, 0.999 അങ്ങനെ ഓരോ വാല്യൂസിന്റെയും ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ഈ എൽ എന്ന് പറയുന്ന വാല്യൂവിന്റെ അത്രയും അടുത്താണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതുപോലെ ഇതിന്റെ അപ്പുറത്തെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.001, 1.01, 1.1 ഇതൊക്കെ നോക്കുകയാണെങ്കിലും ഇതിന്റെയും ഒക്കെ വാല്യൂസും എന്താണ്? ഈ ഒരു എഫ് ഓഫ് എക്സിനെ അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ആ ഒരു വാല്യൂ, ആ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിമിറ്റ് എന്ന് വിളിക്കുക. സോ നോക്ക്, വാട്ട് ഈസ് ദ വൈ വാല്യൂ ഗെറ്റിംഗ് ക്ലോസർ ടു? സോ എക്സ് വാല്യൂ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വൈയുടെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് അത് ക്ലോസ് ആവുന്നത് എന്നാണ് നമുക്ക് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്ന ആ ഒരു നൊട്ടേഷൻ, ലിമിറ്റിന്റെ ആ ഒരു നൊട്ടേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ ഈ ഒരു കാര്യം, ഈ ഒരു ലിമിറ്റിന്റെ ഈ ഒരു ഡെഫിനിഷൻ, ലിമിറ്റ് എക്സ്റ്റെൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ വാല്യൂ ഓഫ് എ എക്സ് അപ്രോച്ചസ് എ, വാട്ട് ഈസ് ദ വാല്യൂ വൈ അപ്രോച്ചസ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു അതാണ് നമുക്ക് ലിമിറ്റ് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഡെഫിനിഷൻ നോക്ക്, ദ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് ദ വാല്യൂ ദാറ്റ് ദ ഫംഗ്ഷൻ അപ്രോച്ചസ്. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? ആസ് ദ ഇൻപുട്ട് അപ്രോച്ചസ് എ പെർട്ടിക്കുലർ പോയിന്റ്. സോ നമ്മുടെ ഇൻപുട്ടിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, ഓവറോൾ ആ ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു അതാണ് നമുക്ക് ലിമിറ്റ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് എന്താണ്? വാല്യൂ ദാറ്റ് ദി ഫംഗ്ഷൻ അപ്രോച്ചസ്, ഫംഗ്ഷൻ എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് ആസ് ദി ഇൻപുട്ട് അപ്രോച്ചസ് എ പെർട്ടിക്കുലർ പോയിന്റ്. നമ്മുടെ ഇൻപുട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് മനസ്സിലാക്കി തരുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ എന്ന് നിങ്ങൾ ഉറപ്പാക്കുക കേട്ടോ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് മനസ്സിലാവും. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ നോക്ക്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, നമുക്ക് ഇതിന്റെ ഗ്രാഫ് വെച്ചിട്ട് തന്നെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഓക്കെ, ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ ആസ് എക്സ് ടെൻസ് ടു എന്താണ് നമുക്ക് നോക്കാം? ആസ് എക്സ് ടെൻസ് ടു 2 നമുക്ക് നോക്കാം.
ഓക്കെ, as x approaches 2, എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇവിടെ നമുക്ക് ഇത് നമുക്ക് 1 എന്നും ഇതിനെ 2 എന്നും വിളിക്കാം. ഓക്കെ, ഇതിനെ 2 എന്നും ഇതിനെ 4 എന്നും ഒക്കെ വിളിക്കാം. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു? നമ്മളിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതായത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? എക്സിന്റെ വാല്യൂ 2 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻപുട്ട് നമ്മുടെ തന്നിട്ടുള്ള ഈ എക്സ് സ്ക്വയർ അല്ലെ, സോ ആ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എങ്ങോട്ട് പോകും എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആസ് ദ വാല്യൂ ഓഫ് എക്സ് അപ്രോച്ചസ് 2 എന്ന് നമുക്ക് നോക്കാം അല്ലെ. സോ നമുക്ക് ഓരോ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും നമുക്ക് എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ എന്താവും നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് വാല്യൂസും എക്സ് സ്ക്വയർ വാല്യൂസും നമുക്ക് ജസ്റ്റ് ഒന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അത് ഗ്രാഫിൽ തന്നെ മനസ്സിലാവും, കാരണം ഓൾറെഡി ഇത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് 2 ആവുമ്പോൾ ആക്ച്വലി അവിടെ വാല്യൂ എന്താണ്? 4 ആണ് ഉണ്ടാവുക അല്ലേ. പക്ഷേ നമ്മൾ ലിമിറ്റ് അത് അവിടെ ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ് 4. പക്ഷേ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ആസ് ദ വാല്യൂ ഓഫ് എക്സ് അപ്രോച്ചസ് 2 എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ നമ്മൾ ആദ്യം 1.9 എടുത്തു. ഓക്കെ, 1.9 എടുത്താൽ എക്സ് സ്ക്വയർ എത്ര കിട്ടുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന് അറിയോ? 3.61 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ 1.99 കൊടുക്കുകയാണെങ്കിലോ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എത്രയായിരിക്കും? 3.9601 എന്നായിരിക്കും. ദെൻ 1.999 കൊടുക്കുകയാണെങ്കിൽ 3.996001. ഓക്കെ, അങ്ങനെ നോക്ക്, ഇവിടെ ഈ വാല്യൂ 3.61 ആയിരുന്നു. ദെൻ ഒന്നും കൂടെ നമ്മൾ 2ലേക്ക് എടുത്തപ്പോൾ 1.99 എന്തായി? 2ലേക്ക് ഒന്നും കൂടെ എടുത്തു അല്ലെ. ഈ സൈഡിൽ നിന്ന് ഒന്നും കൂടെ 2ലേക്ക് എടുത്തു. ഓക്കെ, 1.9 ആയി, ദെൻ 1.99 ആയി, ദെൻ 1.999 ആയി, ഒന്നും കൂടെ 2നോട് എടുത്തു അല്ലെ. അപ്പൊ അങ്ങനെ അടുത്തോണ്ടിരുന്നപ്പം ഇവരും എന്തായി? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എക്സ് ഈക്വൽ ടു 4ലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ 2.1 എടുത്താലോ? എക്സ് ഈക്വൽ ടു 2.1 ആവുമ്പോൾ അതിന്റെ സ്ക്വയർ എന്താ വരിക? നമുക്ക് 4.41 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ 2.01 ആണ് നോക്കുന്നുണ്ടെങ്കിലോ, 2.01ന്റെ സ്ക്വയർ ആണ് നോക്കുന്നുണ്ടെങ്കിലോ, അതായത് കുറച്ചും കൂടെ നമ്മൾ 2നോണ്ട് എടുത്തു അല്ലെ. 2.1 എന്ന് പറയുമ്പോൾ കുറച്ച് ഇവിടെ ആയിരിക്കും, 2.01 ആവുമ്പോൾ കുറച്ചും കൂടെ 2ന്റെ അടുത്തെത്തി അല്ലെ. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ 2നെ അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ 2.01ന്റെ സ്ക്വയർ 4.0401 ആവും അല്ലെ. ദെൻ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കാം? നമുക്ക് 2.001 എന്ന് എടുക്കാം. ഓക്കെ, സോ നമ്മൾ 2.001 എടുക്കുകയാണെങ്കിൽ അവിടെ സ്ക്വയർ എങ്ങനെ വരും? 4.004001 എന്ന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂവിനോട് അടുത്തടുത്ത് വരുന്നതോറും, അപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്തടുത്ത് വരുന്നതോറും ഇവിടെ എന്താണ്? 4നോട് അടുത്ത് വരികയാണ് അല്ലെ. സോ 2.1 ആയപ്പോൾ 4.41 ആയിരുന്നു. ദെൻ 2.01 ആയപ്പോൾ 4.0401. ദെൻ ഒന്നും കൂടെ അടുത്തു, 2നോട് ഒന്നും കൂടെ അടുത്തപ്പോൾ എന്തായി? 2.001 ആയപ്പോൾ 4.004001. ഓക്കെ, സോ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ എക്സ് ഈക്വൽ ടു 2ലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 2. സോ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ എക്സ് ഈക്വൽ ടു 2ലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? രണ്ട് സൈഡിൽ നിന്നും എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്തു? 4ലേക്ക് അപ്രോച്ച് ചെയ്തു അല്ലെ. സോ അതാണ് നമ്മുടെ ലിമിറ്റ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. സോ എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഏതൊരു പോയിന്റിലേക്കാണ് ഈ വാല്യൂസ് ഒക്കെ പോണത് ഫൈനലി? സോ ഇത് ഇനിയും നമ്മളിങ്ങനെ കൂട്ടി നമ്മൾ അത്രയും 2നോട് അടുപ്പിച്ച് വരുന്നതിനനുസരിച്ച് അതെങ്ങോട്ടാണ്? 4ലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4. ഓക്കെ, സോ അതാണ് ലിമിറ്റ്. നമ്മുടെ എക്സിന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക്, എക്സിന്റെ വാല്യൂ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഏത് വാല്യൂവിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്, ആ കേവ് ഏത് പോയിന്റിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് ലിമിറ്റ് പറഞ്ഞു തരുന്നത്.
ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ. ഓക്കെ, അപ്പോ നേരത്തെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേർവ് ആയിരുന്നു. ഓൾറെഡി എഫ് ഓഫ് 4 ഒക്കെ അവിടെ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു 1 കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ ആസ് എക്സ് അപ്രോച്ചസ് 1 എന്തായിരിക്കും ഈ ലിമിറ്റിന്റെ വാല്യൂ? ഓക്കെ, നമ്മൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ ഒരു ഫ്രാക്ഷൻ ആണ് അല്ലെ? സോ ഫ്രാക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? അവിടെ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടുണ്ടോ? ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആവും അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? 1 മൈനസ് 1 ബൈ 1 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോറി 0 അല്ല, അവിടെ 0 ബൈ 0 എന്ന് വരും അല്ലെ? സോ ഇത് ഇൻഡെഫിനിറ്റ് ഫോം ആണ്. ഓക്കെ, അപ്പോ കറക്റ്റ് ഈ എഫ് ഓഫ് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഈ ഫംഗ്ഷൻ ഇല്ല അല്ലെ? അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ ഇല്ല. സോ ഇങ്ങനെ വരുന്ന കേസിലാണ് നമുക്ക് ലിമിറ്റ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ നമുക്ക് എഫ് ഓഫ് 2ന്റെ വാല്യൂ ആക്ച്വലി ഉണ്ട്, എന്നാലും നമ്മൾ ലിമിറ്റ് കണ്ടതാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്തില്ല? ഈസ് നോട്ട് ഡിറ്റർമൈൻഡ്. ഓക്കെ, ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ലിമിറ്റിന്റെ ആവശ്യം. ഓക്കെ, അവിടെ അത് ഡിഫൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തുണ്ടാവും? ആ എക്സിന്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് അവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പോലും ആ 1 ആ ഒരു എക്സ് 1ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് 1 എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവിടെയാണ് നമുക്ക് ലിമിറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത്. ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോഴാണ് ലിമിറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അറ്റ് എക്സ് ഈക്വൽ ടു 1 at x equal to 1 എന്താ സംഭവിക്കുക? ഡിനോമിനേറ്റർ ബിക്കംസ് 0 അല്ലെ? ഇവിടെ ഡിനോമിനേറ്റർ എന്താവുകയാണ്? 0 ആവുകയാണ്. ഓക്കെ, സോ നോക്ക്, ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ. നോക്ക്, ഇവിടെ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റില് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചപ്പോൾ ആ ലൈന് ഈ പോയിന്റ്സ് വെച്ചിട്ട് എക്സിന്റെ പോയിന്റ്സ് വെച്ചിട്ട് ഗ്രാഫ് നമ്മൾ വരച്ചപ്പോൾ ഇവിടെ ഇത്രയും റീജിയനിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ 1 എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് പോയിന്റ് നമുക്ക് എന്തില്ല? അവിടെ വാല്യൂ ഇല്ല, അവിടെ ഒരു ഹോൾ ആണുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ട് അവിടെ ഒരു ഹോൾ ആവാൻ കാരണം? ആ 1 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടാണ്, ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ അറ്റ് എക്സ് ഈക്വൽ ടു 1 ദർ ഇസ് എ ഹോൾ ഹിയർ. ഓക്കെ, പക്ഷെ ആക്ച്വലി അവിടെ അതൊരു ഹോൾ അല്ല അല്ലെ? എക്സ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ആക്ച്വലി എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? ശരിക്കും അവിടെ 2 ആയിരുന്നു ആവേണ്ടിയിരുന്നത് അല്ലെ? എഫ് ഓഫ് എക്സ് 2 ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 1 ഇത് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇതിനൊരു ഹോൾ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ വാല്യൂസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിനി പഠിക്കും ഇങ്ങനത്തെ ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ലിമിറ്റ് വരുന്നത് എന്നൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പഠിക്കും. ഓക്കെ, സോ അതിനു മുന്നേ നമുക്ക് ന്യൂമറിക്കലി എങ്ങോട്ടാണ് ഈ എഫ് ഓഫ് എക്സ് പോകുന്നത് ആസ് എക്സ് ടെൻസ് ടു 1 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് രണ്ട് സൈഡിൽ നിന്നും എക്സ് ഈക്വൽ ടു 1ലേക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആസ് വി അപ്രോച്ച് എക്സ് ഈക്വൽ ടു 1 ഫ്രം ബോത്ത് സൈഡ് എന്താ സംഭവിക്കുക? രണ്ട് സൈഡിൽ നിന്നും എക്സ് ഈക്വൽ ടു 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടേബിൾ വരച്ചു നോക്കാം അല്ലെ? സോ ആ ടേബിൾ വരയ്ക്കുമ്പോൾ എക്സും എഫ് ഓഫ് എക്സും. ഓക്കെ, സോ എക്സിന്റെ വാല്യൂസ് 1ലേക്ക് അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ വാല്യൂ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് 0.9 എടുത്തു. സോ 0.9 എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെ വരും? 0.9 സ്ക്വയർ മൈനസ് 1 ബൈ 0.9 മൈനസ് 1 അല്ലെ? സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1.9 ആണ്.
ഓക്കെ, ദെൻ അടുത്തത് 1.1 എടുത്തു. എക്സിന്റെ വാല്യൂ 1.1 എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെ വരും? 1.1 സ്ക്വയർ മൈനസ് 1 ബൈ 1.1 മൈനസ് 1 അല്ലേ? സോ എക്സിന്റെ വാല്യൂ 1.1 എടുക്കുമ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് 2.1 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ 0.99 എടുത്തു എന്ന് വിചാരിക്കാം. സോ 0.99 എടുക്കുമ്പോൾ ആ 0.99 എന്ന് പറയുന്ന വാല്യൂ ഈ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.99 ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ 1.01 ആണ് എടുത്തത് വെച്ചാലോ, അവിടെ വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താവും? 2.01 കിട്ടും. ദെൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 0.999 അപ്രോച്ച് ചെയ്യുമ്പോൾ 1.999 കിട്ടും. ദെൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് 1.001 വരുമ്പോൾ 2.001 വരും. ദെൻ 0.9999 നോക്കുകയാണെങ്കിൽ 1.9999 അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. സോ നോക്ക്, രണ്ട് സൈഡിൽ നിന്നും അല്ലെ നമ്മൾ ഈ 0.9 നോക്ക്, ഇവിടെ 0.9 ഉണ്ടാവും, ദെൻ 0.99 ഉണ്ടാവും, ദെൻ 0.9999 ഉണ്ടാവും. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? 1.1 ഉണ്ട്. ഇവിടെ 1 ആണ്, അതിന്റെ അപ്പുറത്ത് നോക്കുമ്പോൾ 1.1 ഉണ്ട്, ദെൻ 1.01 ഉണ്ടാവും, 1.001 ഉണ്ടാവും, അങ്ങനെ അല്ലെ? അപ്പൊ നമ്മൾ ആസ് വി അപ്രോച്ച് ഫ്രം ബോത്ത് സൈഡ്, നമ്മൾ ഈ 1ലേക്ക് രണ്ട് സൈഡിൽ നിന്നും വരികയാണ്. ഓക്കെ, 1ന്റെ തൊട്ടടുത്ത് വരെ വരികയാണ്. എക്സാക്ട്ലി നമ്മൾ 1ൽ എത്തുന്നില്ല, പക്ഷെ 1ന്റെ തൊട്ടടുത്ത് വരെ, 1ന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വാല്യൂ വരെ നമ്മൾ വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എങ്ങോട്ടാ പോകുന്നത്? 0.9 ആയപ്പോ എഫ് ഓഫ് എക്സ് 1.9 ആയി, 1.1 ആയപ്പോ എഫ് ഓഫ് എക്സ് 2.1, ദെൻ 1.99. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആയിരിക്കും ഏകദേശം 1.9 ആണ്. സോ 1.9ലേക്ക് വന്നു, ദെൻ 1.99ലേക്ക് വന്നു, ദെൻ 1.999ലേക്ക് വന്നു, അങ്ങനെ പോയി 2നോട് അടുത്തു അല്ലെ? ദെൻ അപ്പുറത്തുനിന്ന് വരികയാണെങ്കിലും 1.1 ആയപ്പോ 2.1 അല്ലെ? സോ ആദ്യം 2.1 ആയിരുന്നു, ദെൻ 2.01, ദെൻ 2.001, അങ്ങനെ വി അപ്രോച്ച് ദ വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 അല്ലെ? y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂയിലേക്കാണ് എന്ത് അപ്രോച്ച് ചെയ്യുന്നത്? ഈ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ? സോ വി ക്യാൻ സേ ദാറ്റ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും? ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആസ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലെ, ആസ് ദ വാല്യൂ ഓഫ് എക്സ് അപ്രോച്ചസ് 1 ഫ്രം ബോത്ത് സൈഡ്. അപ്പൊ എക്സിന്റെ വാല്യൂ രണ്ട് സൈഡിൽ നിന്നും 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ? വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് 2 അല്ലെ, ഫ്രം ബോത്ത് സൈഡ്സ്. സോ രണ്ട് സൈഡിൽ നിന്നും 2ലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, അത് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഒബ്വിയസ് ആയിട്ട് അവിടെ 2ൽ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ 2ൽ ഇത് ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹോള് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് വേറൊരു മെത്തേഡ് ഉണ്ട്, നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ മെത്തേഡ് പഠിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് ഇവിടെ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 അല്ലേ? ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 1നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? സോ ഇതെങ്ങനെ വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. സോ ഇതും ക്യാൻസൽ ആയിട്ട് നമുക്ക് എക്സ് പ്ലസ് 1 വരും. ഓക്കെ, സോ ഇനി നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തു? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു 1, എക്സിന്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 പ്ലസ് 1 ഈക്വൽ ടു 2ലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോഴും എന്താണ്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2 തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ ടേബിൾ വരച്ചൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് എങ്ങോട്ടാണോ എഫ് ഓഫ് എക്സിന് കൊണ്ടുപോകുന്നത് ആ സെയിം വാല്യൂയിലേക്കാണ് നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താണ് ലിമിറ്റ് എന്ന് ക്ലിയർ ആയോ? നോക്ക്, അപ്പോ ഈ ആക്ച്വലി ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ വരച്ചിട്ടുള്ള ഈ ഫംഗ്ഷന്റെ ലൈൻ നോക്ക്, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഈ ലൈൻ ആക്ച്വലി നമ്മുടെ എക്സ് പ്ലസ് 1ന്റെ ലൈനാണ് അല്ലെ? ആക്ച്വലി ഇത് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ലൈൻ ആണിത്. ഓക്കെ, സോ
ആ ലൈന് നമ്മൾ എന്ത് ചെയ്തു, ഈ ലൈനിന് ആക്ച്വലി ആ x+1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലൈനാണ്. ആൻഡ് x² - 1 / x - 1ന്റെ പ്ലോട്ട് നമ്മൾ വരച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുക. ഓക്കെ, സോ x+1ന് പക്ഷേ എന്തില്ല, x+1ന് പക്ഷേ ഇവിടെ ഡോട്ട് ഇല്ല, ഹോൾ ഇല്ല. ഓക്കെ, കാരണം എന്താ അവിടെ ഹോൾ ഇല്ലാത്ത, x+1 എല്ലാവർക്കും ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ ആ ഒരു കുറവ് നികത്താനാണ് നമുക്ക് ആരുള്ളത്, y = x+1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ഹോൾ ഇല്ലാത്ത കംപ്ലീറ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് y = x+1. സോ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫംഗ്ഷനിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ, സോ അതാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ ലിമിറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ലിമിറ്റ് എന്താന്ന് ഓക്കെ ആണോ? ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് the value as the value of x approaches a particular value a to what value f of x approaches. നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ x വാല്യൂ ഇൻപുട്ട് വാല്യൂ a യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് y വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ടാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ലിമിറ്റ്. ഓക്കെ, എല്ലാ സമയത്തും നമുക്കത് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ പറ്റില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ആസ് x → 1 കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ. സോ ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സിന്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇവിടെ ഈ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആ അപ്രോച്ചിങ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലിമിറ്റിന്റെ ഒരു ആവശ്യം വരുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ലിമിറ്റ് എന്താണെന്നും ലിമിറ്റിന്റെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ആ ഒരു എക്സാമ്പിളും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ലിമിറ്റിന്റെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഈ ഡെഫിനിഷൻ പറയുന്നത്? ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ആർബിട്രറിലി ക്ലോസ് ടു ദ നമ്പർ എൽ ഫോർ ഓൾ എക്സ് സഫിഷ്യന്റ്ലി ക്ലോസ് ടു സി. ഓക്കെ, എന്താണ് എക്സിന്റെ വാല്യൂ സിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിനോട് അടുത്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിന്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്, സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ എക്സ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്, എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് അപ്പോൾ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലിലേക്ക്, അവിടെ ആ ലിമിറ്റിലേക്ക്, ലിമിറ്റ് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ എല്ല്. ഓക്കെ, സോ ആ എല്ലിലേക്ക് എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ദെൻ ക്ലോസ് ടു സി അതർ ദാൻ സി ഇറ്റ് സെൽഫ്. ഓക്കെ, എക്സിന്റെ വാല്യൂ നമ്മൾ സി എക്സാക്ട്ലി സി നോക്കണില്ല. ഓക്കെ, അതർ ദാൻ സി ഇറ്റ് സെൽഫ്, ആ എക്സാക്ട്ലി സി തന്നെ നമ്മൾ നോക്കണമെന്നില്ല, ആ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് അടുത്ത് വന്നാൽ മതി. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും എങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്, സിയിലേക്ക് അപ്രോച്ച് ചെയ്ത് വരികയാണ്. ഓക്കെ, ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വരികയാണ്, സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തണില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് പോവുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും എൽ എന്ന് പറയുന്ന നമ്മുടെ വാല്യൂയിലേക്ക് പോവുകയാണെങ്കിൽ then we say that f approaches the limit L as x approaches C. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫംഗ്ഷൻ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഫംഗ്ഷൻ അപ്രോച്ചസ് ദ ലിമിറ്റ് എൽ. അപ്പൊ ആ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് ആ എൽ എന്ന് പറയുന്നത് ആസ് എക്സ് അപ്രോച്ചസ് സി. എക്സിന്റെ വാല്യൂ സിയിലേക്ക് പോകുമ്പോഴത്തെ ആ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് എന്ത്, ആ എൽ എന്ന് പറയുന്ന വാല്യൂ എന്ന് നമ്മൾ പറയും. ഓക്കെ, എക്സാക്ട്ലി ആ പോയിന്റിലെ വാല്യൂ അല്ല, എക്സിന്റെ വാല്യൂ ആ പോയിന്റിലേക്ക് അടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അടുക്കുന്നത്, എൽ എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ് അടുക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ലിമിറ്റിന്റെ ഒരു ഡെഫിനിഷൻ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് അല്ലെ. ആൻഡ് വി റൈറ്റ് ഇറ്റ് ആസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതാണിത്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആസ് എക്സ് വാല്യൂ അപ്രോച്ചസ് എ പെർട്ടിക്കുലർ പോയിന്റ് സി, then f of x approaches an arbitrary value L. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് എ വാല്യൂ എൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് ആണ് ആസ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് ആണ് എൽ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതാണ് നമ്മുടെ ഒരു ലിമിറ്റിന്റെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, സോ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ അല്ലേ? എന്താണ് ലിമിറ്റ് എന്ന് പിടികിട്ടിയോ? ലിമിറ്റ് നിങ്ങൾ പണ്ട് തൊട്ടേ കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. സോ അവിടെ നിന്ന് മനസ്സിലാവാതെ വന്നവരുണ്ടോ ഇവിടെ?
നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇപ്പൊ ലിമിറ്റ് എന്താന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ നോക്ക്, യൂസ് ന്യൂമറിക്കൽ എവിഡൻസ് ടു മേക്ക് എ കോൺജെക്ചർ അബൌട്ട് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ റൂട്ട് എക്സ് മൈനസ് വൺ. ഓക്കെ, സോ നമ്മളോട് എന്താണ് പറയുന്നത്? ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ റൂട്ട് എക്സ് മൈനസ് വണ്ണിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. അറ്റ് എക്സ് ഈക്വൽ ടു വൺ, എക്സ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന വാല്യൂവില് ഇതിന്റെ ഈ ഒരു ന്യൂമറിക്കൽ എവിഡൻസ്, നമുക്ക് ഇവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ന്യൂമറിക്കൽ എവിഡൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്സ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ റൂട്ട് എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് എക്സ് ഈക്വൽ ടു വൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ് മൈനസ് വൺ ബൈ റൂട്ട് എക്സ് മൈനസ് വണ്ണിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് യൂസിങ് ന്യൂമറിക്കൽ എവിഡൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കാൽക്കുലേഷൻസ് ഒന്നുമല്ല, നമുക്ക് ന്യൂമറിക്കലി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? വണ്ണിലേക്ക് അല്ലെ. സോ രണ്ട് സൈഡിൽ നിന്നും എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോക്ക് എങ്ങനെ വരും. ഇതാ, നമുക്ക് എക്സും എഫ് ഓഫ് എക്സും ജസ്റ്റ് ഒന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവർ രണ്ടുപേരെയും നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? വണ്ണിലേക്ക് അല്ലെ. ഫ്രം ബോത്ത് സൈഡ്സ്. വൺ എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും വണ്ണിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഓക്കെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ വണ്ണിനേക്കാളും ചെറിയ വാല്യൂസ് നിന്ന് വണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 0.99 നോക്കുകയാണ്. ഓക്കെ, അപ്പൊ 0.99 നോക്കുമ്പോൾ എങ്ങനെ വരണം? 0.99 മൈനസ് വൺ ബൈ റൂട്ട് 0.99 മൈനസ് വൺ അല്ലെ. സോ ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കിക്കേ, നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടാന്നറിയോ? നിങ്ങൾക്ക് 1.994987 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനിയോ 0.999 ഒന്നും കൂടെ നമ്മൾ വണ്ണിലേക്ക് എടുത്തു. സോ 0.999 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എത്ര കിട്ടുക? ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.999500. ഓക്കെ, ഒന്നും കൂടെ നമ്മൾ വണ്ണിലേക്ക് എടുത്തു. സോ 0.9999 അങ്ങനെയാണെങ്കിൽ 1.999950. ഓക്കെ, അങ്ങനെ എഫ് ഓഫ് എക്സിലേക്ക് എക്സ് വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്? വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. സോ ഈ എഫ് ഓഫ് എക്സിന്റെ ഒരു നേച്ചർ നോക്കിക്കേ, ഇത് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? ആദ്യം 1.994 ആയിരുന്നു, പിന്നെ അടുത്തതായപ്പോൾ 1.9995 ആയി അല്ലെ. അടുത്ത നോക്കുമ്പോൾ 1.99995. ഓക്കെ, സോ അങ്ങനെ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണേ? ഇത് എങ്ങോട്ടാ പോണേ? 2ലേക്കാ അല്ലെ. ഇനി നമ്മള് എക്സിന്റെ വണ്ണിനേക്കാളും വലിയ വാല്യൂസ് വഴി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, കുറച്ച് ഏറ്റവും അടുത്ത് നമ്മൾ നോക്കുമ്പോൾ 1.0. അപ്പൊ ഈ 1.1ന്റെക്കാളും കുറച്ചും കൂടെ കുറച്ച് വലിയ വാല്യൂസ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 1.00001 ഏറ്റവും അടുത്ത്. ഓക്കെ, വണ്ണിന്റെ തൊട്ടപ്പുറത്തുള്ള ആള്. അതുവഴി നമ്മൾ നോക്കുമ്പോൾ എത്ര കിട്ടുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2.00005 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ 1.0001 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിന്, അങ്ങനെ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് 2.00050 എന്ന് വരും. ഓക്കെ, അതുപോലെ എക്സിന് നമ്മൾ 1.001 ഒന്നും കൂടെ എക്സിന് വണ്ണിനേക്കാളും ദൂരെ പോയി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ 2.00500. പിന്നെ ഒന്നും കൂടെ ദൂരെ പോയി 1.01 പോയി. സോ 2.004988 എന്ന് വരും. ഓക്കെ, അപ്പൊ നോക്ക് രണ്ട് സൈഡിൽ നിന്നും അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും അല്ലെ. നോക്ക്, ഇത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് സൈഡ് ആണ് അല്ലെ. ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ഓഫ് എക്സ് ഈക്വൽ ടു 1 അല്ലെ. എക്സ് ഈക്വൽ ടു 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. ഇത് നോക്കുകയാണെങ്കിലോ ഫ്രം ദി റൈറ്റ് സൈഡ് അല്ലെ, അപ്പുറത്തുനിന്ന് വലിയ വാല്യൂസ് അല്ലെ, 1നേക്കാളും വലിയ വാല്യൂസ് എന്നാണ്. റൈറ്റ് സൈഡ് ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ ഈ രണ്ട് വാല്യൂസ് അപ്രോച്ച് ചെയ്യുമ്പോഴും എഫ് ഓഫ് എക്സ് എങ്ങോട്ടാ വന്നേ? 2 ആണ് അല്ലെ. കുറച്ച് 2നേക്കാളും ചെറിയ വാല്യൂ, കുറച്ച് 2നേക്കാളും വലിയ വാല്യൂ അല്ലെ. സോ ഈ വാല്യൂ എല്ലാം കൂടെ എങ്ങോട്ടാണ് ഫൈനലി എത്തിച്ചേരുന്നത്? 2ലേക്ക് അല്ലെ. സോ
നമുക്ക് എന്ത് പറയാൻ പറ്റും? റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും രണ്ടും ഒരേ പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ആക്ച്വലി നിങ്ങൾ ഈ ഫംഗ്ഷനിൽ x = 1 കൊടുത്ത് നോക്കിക്കേ. f(1) നിങ്ങൾ നോക്കിയാൽ എന്താ കിട്ടുക? 1 - 1/√1 - 1 = 0/0 അല്ലെ? ഇങ്ങനെയാണ് കിട്ടുക. ഫംഗ്ഷന് ആ x = 1 എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ ഇല്ല. നോക്ക്, ഈ കേർവ് നമ്മൾ ആക്ച്വലി x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ ഒരു ഹോൾ ആണുള്ളത്. ഓക്കെ, പക്ഷേ നമ്മൾ ആസ് ദ വാല്യൂ ഓഫ് x അപ്രോച്ചസ് 1 എന്താ സംഭവിക്കുന്നത്? f(x) 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1ൽ ആക്ച്വലി ഹോൾ ആണെങ്കിൽ പോലും f(x) എന്താണ്? 2ല് f(x) x = 1ല് f(x)ന് വാല്യൂ ഉണ്ട്. ഓക്കെ, f(x)ന്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്? 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ ദ ലിമിറ്റ് x is at x = 1. ഓക്കെ, സോ there is actually a hole അല്ലേ? There is actually a hole at x = 1. x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ശരിക്കും അവിടെ എന്താണ്? ഒരു ഹോൾ ആണ് അല്ലേ? ബട്ട് ദ വാല്യൂ of f(x) approaches എങ്ങോട്ടാണ്? 2 അല്ലേ? ഫ്രം ബോത്ത് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് അല്ലേ? റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് x = 1 അല്ലേ? x = 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും f(x) എങ്ങോട്ടാണ് പോകുന്നത്? 2ലേക്കാണ് പോകുന്നത്. ഓക്കെ, x = 1ൽ വാല്യൂ ഇല്ലാതാണെങ്കിൽ പോലും f(x) 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഹെൻസ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഓക്കെ, അവിടെ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ അങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കിട്ടിയത്? സോ അവിടെ നമ്മൾ ആ ഫംഗ്ഷനെ സിംപ്ലിഫൈയിങ് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സിംപ്ലിഫൈയിങ് ദ ഫംഗ്ഷൻ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ലിമിറ്റ് x → 1 f(x) എന്താണ് വരിക? ഈക്വൽ ടു ലിമിറ്റ് x → 1 f(x) എന്താണ്? x - 1/√x - 1 is equal to ഈ x - 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 1 എന്ന് പറയുന്നത് x എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് √x-ന്റെ സ്ക്വയർ ആണ് അല്ലേ? സോ ഈ 1 എന്ന് പറഞ്ഞാൽ 1². സോ x-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x-നെ നമുക്ക് √x² - 1² എന്ന് എഴുതി കൂടെ? ബൈ √x - 1. സോ a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b അല്ലെ? വേറെ a എന്ന് പറയുന്നത് √x-ഉം b എന്ന് പറയുന്നത് 1-ഉം. സോ ഈ ഒരു a² - b² നമുക്ക് അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാലോ. സോ നമ്മൾ അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലിമിറ്റ് x → 1 ഇവിടെ a² - b² നമ്മൾ എങ്ങനെയാക്കി? √x - 1 × √x + 1 എന്നാക്കി ഡിവൈഡഡ് ബൈ √x - 1 അല്ലെ? അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ലിമിറ്റിന്റെ വാല്യൂ ആ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ √1 + 1 ബൈ എന്താണ്? എന്തെങ്കിലും ഉണ്ടോ? ബൈ 1. ദാറ്റ് ഈസ് എന്താണ്? √1 + 1 2 ആണ് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? ആ ഫംഗ്ഷന്റെ വാല്യൂ, ഫംഗ്ഷന്റെ ലിമിറ്റ് x → 1 നമുക്ക് 2 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ആക്ച്വലി ആ ഫംഗ്ഷൻ അവിടെ വാല്യൂ ഇല്ല. ഈവൻ ദോ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്തായി? അവിടെ ഒരു ലിമിറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, സോ അതാണ് ലിമിറ്റിന്റെ പ്രത്യേകത. അവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് വാല്യൂ, ഫംഗ്ഷന് വാല്യൂ ഡിഫൈൻഡ് അല്ല എന്നാണെങ്കിൽ പോലും അവിടെ ആ ലിമിറ്റ് അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, ചില സമയത്ത് അവിടെ ഫംഗ്ഷന് വാല്യൂ ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും, പക്ഷേ f(x) ആ വാല്യൂയിലേക്ക് ആവൂല അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എക്സാമ്പിൾ കാണും. ഓക്കെ, സോ ഒരിക്കലും ആ ഫംഗ്ഷന്റെ ആ പോയിന്റിലെ വാല്യൂ അല്ല ലിമിറ്റ്. അവിടെ x ആ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ f(x) എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത്, ആ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ ആണ് ലിമിറ്റ്. ഇറ്റ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ക്ലിയർ ആയോ? ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ലിമിറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിമിറ്റ് എന്താണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത് എന്ന് ഓക്കെ ആയോ? എങ്ങനെ ലിമിറ്റ് വന്നു എന്ന് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പോവാ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദിക്കാൻ മടി കാണിച്ചിരിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ലിമിറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? സോ ലിമിറ്റ്
ലിമിറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അല്ലെ, അപ്പോൾ ആ ലിമിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അപ്രോച്ചിങ് ആണ് അല്ലെ. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരു ലിമിറ്റിംഗ് വാല്യൂവിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാണ് അല്ലെ. സോ ഇവിടെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് അല്ലെ, ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ നിന്നും വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിലൂടെയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു കേസ് നമുക്ക് പറയാലോ അല്ലെ. ഇപ്പോ എ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എടുത്തു. സോ ആ എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ എന്താണ് അതർത്ഥം? എയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ എനേക്കാളും കുറച്ച് ചെറിയ വാല്യൂസിൽ നിന്ന് വരിക അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഇപ്പോ ഇവിടെ നോക്ക്, ഇവിടെ ഈ വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ വണ്ണിനേക്കാളും അത്ര ഭയങ്കര ചെറുതല്ല. നമ്മളിപ്പോ 0.9 അല്ലെങ്കിൽ 0.8 ഒന്നും നമ്മൾ എടുക്കൂല. ഓക്കെ, ഒരു ആർബിട്രറിലി ക്ലോസ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, സോ നോക്ക് ഇവിടെ 0.99 ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് അത്രയും ചെറുതാണ്, പക്ഷെ അത്രയും ക്ലോസ് ആയിട്ടാണ്. സോ നമ്മൾ അങ്ങനെ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന വാല്യൂവിന്റെ ഒരു സൈഡിൽ നിന്ന് വരികയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. ഓക്കെ, എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും. ദെൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഓക്കെ, അപ്പൊ ഇപ്പുറത്തെ സൈഡില് ഇത് എനേക്കാളും ചെറിയ വാല്യൂസ് ആണ് അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ എ മൈനസ് എന്നെടുത്തു. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് വരികയാണെങ്കിലോ അത് എനേക്കാളും കുറച്ച് വലിയ വാല്യൂസ് അല്ലെ, കുറച്ച് വലിയ വാല്യൂസ്, ഭയങ്കര വലിയ വാല്യൂസ് ഒന്നും അല്ല, പക്ഷെ കുറച്ച് വലിയ വാല്യൂസിലൂടെയാണ് ഇത് എ പ്ലസ് എഫ് ഓഫ് എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ. എ പ്ലസിലൂടെ എഫ് ഓഫ് എക്സിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനേക്കാളും കുറച്ച് വലിയ വാല്യൂസിലൂടെ എന്താണ് എഫ് ഓഫ് എക്സ് എയിലേക്ക് എത്തുകയാണ്. ഓക്കെ, എഫ് ഓഫ് എ എന്ന് പറഞ്ഞാലാണ് അറ്റ് ദ പോയിന്റ് എ. സോ ഇത് രണ്ട് സൈഡിൽ നിന്നും ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു രണ്ട് പോയിന്റിലൂടെയും വന്നപ്പോൾ രണ്ടും ഒരേ സൈഡില് ഒരേ ഫംഗ്ഷൻ വാല്യൂയിലേക്ക് എത്തി. ഓക്കെ, സോ നമ്മൾ ഈ വൺ സൈഡ് ലിമിറ്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ പക്ഷേ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെയല്ല കാണാൻ പറ്റുക. നോക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഓക്കെ ഇസ് ഈക്വൽ ടു 1 if x greater than 0 and -1 if x less than 0. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലെ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ടായിക്കോട്ടെ, സോറി ഈക്വൽ ടു വേണ്ട. ഓക്കെ, അപ്പോ ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിനേക്കാളും വലിയത് നോക്ക്, ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ 1 ആണ്. ആൻഡ് ഫോർ എക്സ് ലെസ് ദാൻ 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 അല്ലെ. അപ്പൊ നോക്ക് എക്സില് 0നേക്കാളും എല്ലാ വാല്യൂ നോക്കുകയാണെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. ആൻഡ് എക്സിന്റെ വാല്യൂ 0നേക്കാളും ചെറിയ ഏത് വാല്യൂ ആണെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോ പോസിറ്റീവ് വാല്യൂസ് എടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾ 1 2 3 ഒക്കെയാണ് എക്സിന് കൊടുത്തെന്നുണ്ടെങ്കിൽ 1 2 3 ഒക്കെയാണ് എക്സിന് കൊടുത്തെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് വരും 1 1 1 അങ്ങനെ വരും അല്ലെ. അപ്പൊ -1 ആണ് കൊടുത്തെന്നുണ്ടെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് -1 ആണ് അല്ലെ. സോ -1 കൊടുത്താൽ എഫ് ഓഫ് എക്സ് -1 വരും, -2 കൊടുത്താലും -1 വരും അല്ലെ. അപ്പോ നോക്ക് രണ്ട് സൈഡിൽ നിന്നും അല്ലെ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴും രണ്ട് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, നോക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഒക്കെ തന്നെയാണ് അല്ലെ. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന് ആകെ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, 1 എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂ. ഓക്കെ, പക്ഷെ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴോ, ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന് എന്താണ് വേറെ വാല്യൂ ആണ് അല്ലെ. ഈ ഗ്രേറ്റർ ദാൻ 0 ആയപ്പോഴത്തെ വാല്യൂ അല്ല എഫ് ഓഫ് എക്സിന് അല്ലെ. സോ ലെസ് ദാൻ 0 ആകുമ്പോൾ -1 ആണ് വാല്യൂ. ഓക്കെ, സോ ഇത് പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. സോ പീസ് വൈസ് ഫംഗ്ഷൻസിന് മിക്ക സമയത്തും നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പോ 0നേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് എഫ് ഓഫ് എക്സിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ
സോറി, സീറോനേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് നമ്മൾ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഓക്കെ നോക്ക്, സീറോനേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് നമ്മൾ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം എന്താണ്, 1 ആണ് ആൻസർ അല്ലേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, സീറോനേക്കാളും ചെറിയ വാല്യൂസിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് -1 ആണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. -∞ തൊട്ട് 0 വരെയുള്ള എല്ലാ വാല്യൂസിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -1 ആണ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഈ സൈഡിലൂടെ നമ്മൾ ഈ 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുക, അവിടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അപ്പോൾ അവിടെ -1 ആവും അല്ലെ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, -1. ഓക്കെ, സോ ഇതാണ് 2-sided ലിമിറ്റ്. ഓക്കെ സോറി, 1-sided ലിമിറ്റ്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും 2 വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ആക്ച്വലി ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ ലിമിറ്റിന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. ഓക്കെ, 2 സൈഡിൽ നിന്നും 2 പോയിന്റിലേക്കാണ്, 2 സൈഡിൽ നിന്നും എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 2 പോയിന്റ്സിലേക്കാണ്, അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷേപ്പ് ആയിട്ട് നമുക്ക് വരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ അതാണ് നമ്മുടെ 1-sided ലിമിറ്റ്. സോ 1-sided ലിമിറ്റിന്റെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് ആസ് ക്ലോസ് ആസ് വി ലൈക്ക് ടു എൽ ബൈ ടേക്കിംഗ് വാല്യൂസ് ഓഫ് എക്സ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു എ ബട്ട് ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, സോ ആ ഒരു സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു എ ബട്ട് ഗ്രേറ്റർ ദാൻ എ, അതിനെയാണ് നമ്മൾ എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയും. സോ ആസ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ്, വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് ആസ് ക്ലോസ് ടു എൽ. സോ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണ്, എല്ലിലേക്ക് ക്ലോസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഗ്രേറ്റർ ദാൻ വാല്യൂ അല്ലെ. അപ്പോ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നോക്ക്, ഇതാ ഫംഗ്ഷന്റെ ഏത് സൈഡിലാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് അല്ലെ. എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളെ കൈ നോക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അല്ലെ. എന്ന് പറയുന്ന പോയിന്റിനേക്കാളും വലിയ വാല്യൂസ് റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. സോ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുക. നേരെ മറിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ അവിടെ എനേക്കാളും ചെറിയ വാല്യൂസ് ആവും അല്ലെ. ഇഫ് ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് ആസ് ക്ലോസ് ആസ് വി ലൈക്ക് ടു എൽ ബൈ ടേക്കിംഗ് വാല്യൂസ് ഓഫ് എക്സ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു എ. ഓക്കെ, അപ്പോൾ എക്സ് ബട്ട് ലെസ് ദാൻ എ, എനേക്കാളും ചെറിയ പക്ഷെ എന്റെ അത്ര അടുത്താണ് പക്ഷെ ചെറുതാണ്, അങ്ങനെ ഉള്ള വാല്യൂസിൽ നിന്ന് നമ്മൾ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ബട്ട് ലെസ് ദാൻ എ, ഇതിന് നമ്മൾ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. അപ്പോ നോക്ക്, എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇത് എ പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലെ. സോ എ മൈനസ് എഫ് ഓഫ് എക്സ് ആവുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് അല്ലെ. സോ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഇതിനേക്കാളും ചെറിയ വാല്യൂസിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും വിളിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാരണം ഒരു ലിമിറ്റ് ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ അടുത്ത ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അതാ പറഞ്ഞിരുന്നത്, 1-sided ലിമിറ്റ് ആൻഡ് 2-sided ലിമിറ്റ്. ഓക്കെ, ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മൾ ഈ കണ്ട ഫംഗ്ഷന്റെ പോലെയാണോ നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷൻസ് ഒക്കെ? ഈ ഫംഗ്ഷനൊക്കെ നമുക്ക് അങ്ങനെയാണോ വന്നത്? അല്ല, ഇവിടെ 2 സൈഡിൽ നിന്നും എക്സ് ഈക്വൽ ടു 1ലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് സെയിം 2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്തത് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, അവിടെ ആ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴാണ് ഓക്കെ, അപ്പോൾ നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ അവിടെ ആ ഫംഗ്ഷന് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല അല്ലെ. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് അങ്ങനെയല്ല. 2 സൈഡിൽ നിന്നും എഫ് ഓഫ് എക്സ് 2 വാല്യൂസിലേക്ക് അല്ലെ, ഒരു സൈഡിൽ നിന്ന് 1ലേക്കാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് -1ലേക്കാണ്. സോ 2 സൈഡിൽ നിന്നും 2 വാല്യൂസിലേക്കാണ് എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്, ഈക്വൽ ആണോ?
അല്ല, രണ്ട് വാല്യൂസിലേക്ക് പോവാണ് അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്, അവിടെ അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഓൾറെഡി നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയൂല. ഓക്കെ, നമ്മൾ ആ അപ്രോച്ച് ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്രോച്ച് ചെയ്യുന്നത് നോക്കുമ്പോഴും എന്തായി, ഒരു സൈഡിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് ആണെങ്കിൽ വേറെ സൈഡിൽ നിന്ന് വേറെ പോയിന്റിലേക്കാണ് അല്ലെ. സോ അവിടെ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാ പോണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരാൾ ഒരു വഴിക്കാണെങ്കിൽ വേറൊരാൾ വേറെ വഴിക്കാ. അപ്പൊ അവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടുപേര് രണ്ട് വഴിക്കാവാൻ കാരണം അവിടെ അതിന് ലിമിറ്റ് ചെയ്യാനുള്ള ആളില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ രണ്ട് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഒരു ഫംഗ്ഷന് ആ പോയിന്റിൽ എന്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, സോ വൺ സൈഡ് ലിമിറ്റ് ആൻഡ് ടു സൈഡ് ലിമിറ്റ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ അതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഇഫ് ആൻഡ് ഓൺലി if limit x tends to a minus f of x equal to L, which is equal to limit x tends to a plus f of x. Okay, so ഈ ലിമിറ്റ് x tends to a minus f of x എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് അല്ലെ. ആൻഡ് ലിമിറ്റ് x tends to a plus f of x എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. സോ ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു സമയത്തും നമ്മൾ എന്ത് പറയൂല, ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് സൈഡിൽ നിന്നും ഒരു പോയിന്റിലേക്ക് തന്നെ എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു എ ഫ്രം ബോത്ത് സൈഡ്സ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ആ ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ആൻഡ് ആ ഈക്വൽ ആവുന്ന അവർ രണ്ടുപേരും എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് ആ വാല്യൂലേക്ക് ആയിരിക്കും അപ്പൊ എന്ത് അപ്രോച്ച് ചെയ്യുക, നമ്മുടെ ലിമിറ്റ് അപ്രോച്ച് ചെയ്യുക അല്ലെ. നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എ മൈനസ് അതായത് എന്നെക്കാളും ചെറിയ വാല്യൂസിൽ നിന്നും എ പ്ലസ് എഫ് ഓഫ് എക്സ് അതായത് എന്നെക്കാളും വലിയ വാല്യൂസിൽ നിന്നും ലിമിറ്റ് എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം, എല്ലിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ രണ്ട് സൈഡിൽ നിന്നും എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ആ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ആ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യാണ് എന്ന് നമ്മൾ പറയുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ കുറച്ച് സംഭവങ്ങളാണ് നമ്മുടെ ലിമിറ്റിന്റെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനാണ്. ഓക്കെ, സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്താണ് ഒരു ലിമിറ്റ്, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണെന്നും എന്താണ് ആ ഒരു സംഭവം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറുതെ നിങ്ങൾ ആ ഒരു നൊട്ടേഷൻ ഇങ്ങനെ എഴുതുകയാണോ, അത് ആ നൊട്ടേഷനുള്ള ആ ഒരു മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ചിലപ്പോൾ ക്ലിയർ ആവുമായിരിക്കും. മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, എക്സ്പ്ലെയിൻ വൈ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ഹാവ് എനി ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു 0. ഓക്കെ, സോ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആസ് എക്സ് ടെൻസ് ടു 0 ഈ എഫ് ഓഫ് എക്സിന് എന്തുകൊണ്ടാണ് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ എഫ് ഓഫ് എക്സ്? ഞാൻ എഫ് ഓഫ് എക്സ് ഒന്ന് താഴത്തേക്ക് എടുത്ത് എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 if x less than or equal to 0 and 1 if x greater than 0. So ഇത് ഇവിടെ ഈ ഈക്വൽ ടു ഇല്ല കേട്ടോ. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നോക്ക്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് ആസ് എക്സ് ടെൻസ് ടു 0, അപ്പോൾ എക്സിന്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തില്ല എന്നാ പറയുന്നത്, ഇവിടെ ഈ ഫംഗ്ഷൻ ഒരു കറക്റ്റ് ഒരു വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല എന്നാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. സോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, എക്സിന്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതെന്ന് നോക്കണം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതിന്റെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നോക്ക്, നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാ കിട്ടുക? ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0.
ഓക്കെ, നോക്ക്, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ, സോ എക്സിന്റെ വാല്യൂ 0നേക്കാളും 0യോ അതിനേക്കാളും ചെറിയ ഏത് വാല്യൂ ആയിക്കോട്ടെ, എഫ് ഓഫ് എക്സ് എന്താന്നാ പറഞ്ഞിട്ടുള്ളത്? 0 ആണ് അല്ലെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഏതൊരു നെഗറ്റീവ് നമ്പർ നമ്മൾ എടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണെന്നാണ് പറഞ്ഞത് അല്ലെ? സോ നമ്മൾ ഏതൊരു നെഗറ്റീവ് നമ്പർ, ഇവിടെ -1 ഉണ്ടാവും, -2 ഉണ്ടാവും, -3 ഉണ്ടാവും, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, അങ്ങനെയാണ് പോകുന്നത് അല്ലെ? സോ ഏതൊരു നെഗറ്റീവ് നമ്പർ നമ്മൾ എടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 1 എടുത്താൽ എന്താണ്? എഫ് ഓഫ് എക്സ് 0 ആണ് അല്ലെ? സോ ഇവിടെ 1ന് 0 ആണ്, -2ന് 0 ആണ്, -3ക്ക് ഒക്കെ 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് നമ്മൾ ഈ ഒരു ലൈന് ഇവരെ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? സോ എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ വരെ എഫ് ഓഫ് എക്സ് 0 ആണ്. ഇനി പക്ഷേ എക്സ് ഗ്രേറ്റർ ദാൻ 0 കഴിഞ്ഞ് 0ന്റെ തൊട്ടപ്പുറത്ത് നിന്ന് അങ്ങോട്ട് തൊട്ട്, ഓക്കെ, എക്സ് ഈക്വൽ ടു 0 വരെ എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. പക്ഷേ എക്സ് ഈക്വൽ ടു 0 എന്ന് അങ്ങോട്ട് കഴിഞ്ഞു, തൊട്ടപ്പുറത്തെത്തി. അപ്പൊ എന്താ സംഭവിച്ചേ? എഫ് ഓഫ് എക്സ് 1 ആയി അല്ലേ? അവിടുന്ന് ഒരു ചാട്ടമായിരുന്നു, ഒരൊറ്റ ചാട്ടം 1ലേക്ക്. ഓക്കെ, അത്രയും നേരം 0നെ പിടിച്ചിരുന്ന ആള് ഇപ്പൊ എന്തായി? 1ലേക്ക് ചാടി അല്ലെ? അപ്പൊ നോക്ക്, ഇതാ ഈ 0യിലായിരുന്നു, ഇത്രയും നേരം 0യിലായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഇത് 0യില് 0 തന്നെയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഈ എക്സിന് 0നേക്കാളും വലിയ ഏത് വാല്യൂ, ഇപ്പൊ 0.5 എടുത്താല് എഫ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. ഓക്കെ, ഏതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും 1 എടുത്താൽ എഫ് ഓഫ് എക്സ് എന്താണ്? 1 തന്നെയാണ്. 2 എടുത്താൽ 1 ആണ്, 3 എടുത്താൽ 1 ആണ്. വേറെ എല്ലാ വാല്യൂസിനും ഏതൊരു പോസിറ്റീവ് വാല്യൂ നമ്മൾ നോക്കുമ്പോഴും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്തായി? ഒരു സഡൻ ജമ്പ് പോലെ ആയി അല്ലെ? അപ്പൊ രണ്ട് സൈഡിൽ നിന്നും 2 വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ? രണ്ട് സൈഡിലൂടെ ഈ 0ന്റെ എക്സ് ടെൻസ് ടു 0 നമ്മൾ രണ്ട് സൈഡ് കൂടെ നോക്കുമ്പോഴും 2 വാല്യൂ ആ അല്ലെ? ഇതിലൂടെ ഞാനിപ്പോ നോക്കുമ്പോൾ ഇവിടെ 0, അപ്പുറത്ത് കൂടെ ഞാൻ നോക്കുമ്പോൾ അവിടെ 1 അല്ലെ? അപ്പൊ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. രണ്ട് സൈഡിൽ നിന്നും ഒരൊറ്റ വാല്യൂലേക്ക് പോവുകയാണെങ്കിലേ നമ്മൾ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് സൈഡിൽ നിന്നും 2 വാല്യൂലേക്കാണ് പോണത്. ഓക്കെ, സോ നമ്മൾ എന്ത് പറയില്ല? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയോ? ഇല്ല. ഓക്കെ, സോ നമുക്കത് എഴുതാം. ഓക്കെ, so as x approaches 0 from left, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് വാല്യൂ ആണ്? എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ എടുക്കുക? എഫ് ഓഫ് എക്സ് ടേക്സ് ദ വാല്യൂ ആസ് എക്സ് അപ്രോച്ചസ് 0 ഫ്രം ലെഫ്റ്റ്. ലെഫ്റ്റിലൂടെ എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലെ? എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ദ വാല്യൂ 0 അല്ലെ? സോ നമ്മൾ ഇവിടെ എങ്ങനെയാണ് നൊട്ടേഷൻ വെച്ചിട്ട് എഴുതുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെഫ്റ്റിൽ. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 0നേക്കാളും ചെറിയ വാല്യൂസിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ? അപ്പൊ 0യും അതിന്റെ തൊട്ടടുത്തുള്ള, ഓക്കെ, അത് തൊട്ട് ബാക്കിലുള്ള വാല്യൂസ് വരെ എന്താണ്? 0 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, പക്ഷേ അപ്പുറത്ത് കൂടെ ആണെങ്കിലോ as x approaches value 0 from right. സോ റൈറ്റ് സൈഡിലൂടെ ആണെങ്കിലോ പക്ഷെ എന്താ സംഭവിക്കുക? എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? നോക്ക്, ഇവിടെ വരെ ഇത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള വാല്യൂസിനൊക്കെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ദ വാല്യൂ 1 അല്ലെ? 1 അല്ല, എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ 1 അല്ല, പക്ഷെ അവിടുന്ന് മേലെ അതിനേക്കാളും വലിയ വാല്യൂസിനൊക്കെ 1 ആണ് എഫ് ഓഫ് എക്സ് അല്ലെ? അപ്പോ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1, ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് 1 അല്ലെ? സോ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ 0 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 എന്നും 0 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 എന്നും കിട്ടി അല്ലെ? സോ രണ്ട് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് വാല്യൂസ് ആണ് ലിമിറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ അവിടെ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് രണ്ടിനും 2 വാല്യൂ വന്നേ. ഓക്കെ, ഹെൻസ് നമുക്ക് എന്ത് പറയാം? ബോത്ത് ലിമിറ്റ്സ് ആർ നോട്ട് ഈക്വൽ. ഇവിടെ ഈ 2 ലിമിറ്റ്സും എന്തല്ല? രണ്ടും ഈക്വൽ അല്ലാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഹെൻസ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് എക്സ് ടെൻസ് ടു
0. സോ എക്സിന്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെർഫോർ എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് നമ്മൾ എന്ത് പറയുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാണ്ട് കിട്ടി. സോ ഈ ഫംഗ്ഷന് എന്തില്ല? ആസ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫംഗ്ഷൻ ഇല്ല, നമുക്ക് കുറച്ച് ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ പറയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നോക്ക്, ഫോർ ദ ഫംഗ്ഷൻസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ വൺ സൈഡഡ് ആൻഡ് ടു സൈഡഡ് ലിമിറ്റ്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ദേ എക്സിസ്റ്റ്. സോ നോക്ക്, ഇവിടെ നമുക്ക് 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ഗ്രാഫിന്റെയും എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിലെ വൺ സൈഡഡ് ലിമിറ്റും ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അത് നമുക്ക് ഈ 3 ഗ്രാഫിലും നമ്മുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ അതൊന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. സോ നോക്ക്, നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ്. അപ്പൊ ഈ ഗ്രാഫ് നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിനേക്കാളും വലിയ വാല്യൂസ് അല്ലേ? അപ്പൊ ഇവര് നോക്ക്, എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്? ഇതാ, എക്സിനേക്കാളും വലിയ വാല്യൂസ് ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 ഈ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റിലേക്ക് ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ? 1 ആണ് അല്ലെ? ഇത് 1ലേക്കാണ് ഇവരിങ്ങനെ ഇത്രയും ദൂരെ ഇത് 2ന്റെയും 1ന്റെയും ഇടയിലുള്ള വാല്യൂ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇതൊന്നും കൂടെ എത്തുമ്പോൾ ഇതൊന്നും കൂടെ ഇങ്ങോട്ട് ക്ലോസ് ആവും. പിന്നെ അങ്ങനെ ക്ലോസ് ആയി ക്ലോസ് ആയി ക്ലോസ് ആയി ക്ലോസ് ആയി വന്ന് 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 ഫൈനലി ഇത് 1ലെത്തി നിൽക്കുകയാണ് ഇവിടെ അല്ലെ? സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഫിഗറിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ 1 ആണ് അല്ലെ? എന്തുകൊണ്ടാണ്? അവിടെ ആ ഫംഗ്ഷന് ഒരു ഡെഫിനിറ്റ് ഹൈറ്റിൽ അത് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? സിൻസ് ദ ഫംഗ്ഷൻ അപ്രോച്ചസ്, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് അപ്രോച്ചസ്. ഓക്കെ, ദ ഫംഗ്ഷൻ ഗ്രാഫ് അപ്രോച്ചസ് എ ഡെഫിനിറ്റ് ഹൈറ്റ് അല്ലെ? ഒരു ഡെഫിനിറ്റ് ഹൈറ്റിലേക്ക് ആ ഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഡെഫിനിറ്റ് ഹൈറ്റ് ഓഫ് 1 അല്ലെ? 1 ആണ്. 1 എന്ന് പറയുന്ന ഹൈറ്റിലേക്കാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് അപ്രോച്ചസ് എ ഡെഫിനിറ്റ് ഹൈറ്റ് ഓഫ് 1 ഫ്രം ദി റൈറ്റ് അല്ലെ? ഫ്രം റൈറ്റ് സൈഡ്. സോ റൈറ്റ് സൈഡിൽ നിന്ന് 1 എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് അത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 1 ആണ് ആ ഡോട്ടിന്റെ ഹൈറ്റിലേക്ക് ഇത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ലെഫ്റ്റ് ഹാൻഡ്, സോ ഇവിടെ എന്ത് പറയാൻ പറ്റും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അവിടെ ഡിഫൈൻഡ് ആണ് അല്ലെ? ഹെൻസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഡിഫൈൻഡ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ഡിഫൈൻഡ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുമ്പോഴോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ സംഭവം? ഇവിടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂലേക്കാണോ ഇത് പോണേ? നോക്ക്, എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, എനേക്കാളും ചെറിയ വാല്യൂ. നോക്ക്, എക്സിന്റെ വാല്യൂ 1 ആയപ്പോ എക്സിന്റെ വാല്യൂ 1 അല്ല, ഏകദേശം ഇവിടെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്തായി? ഇത് ഇങ്ങനെ ഇത്ര ഈ 1ലൊക്കെ നിന്നു. ദെൻ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഈ 1ൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ പോയി. അപ്പോൾ ഇത് കൂടുതൽ എഫ് ഓഫ് എക്സ് 1നേക്കാളും വലുതായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സോ അത് ഇൻഫൈനൈറ്റ് ആയിട്ട്, ഇവിടെ ആരോ മാർക്ക് കാണിച്ചത് നോക്ക്, അത് ഇൻഫൈനൈറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് വലുതായി പോയിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. ഓക്കെ, സോ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എനേക്കാളും തൊട്ട് ചെറിയ വാല്യൂ ഒക്കെ എന്ന് പറയുമ്പോൾ ഇത് എവിടെയാ? ഒരു പോയിന്റിലേക്ക് അത് എത്തി നിൽക്കുന്നില്ല, അതങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുക അല്ലെ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല? അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാ? അവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കാണ് ഈ ഒരു ഗ്രാഫ് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? അൺഡിഫൈൻഡ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അത് അൺഡിഫൈൻഡ് ആണെന്ന് പറയാൻ കാരണം? സിൻസ് ദ ഗ്രാഫ് ഈസ് നോട്ട് അപ്രോച്ചിങ് എ ഡെഫിനിറ്റ് വാല്യൂ.
അല്ലേ? ഈ ഗ്രാഫ് എന്തല്ല, ഒരു ഡെഫിനിറ്റ് വാല്യൂ അപ്രോച്ച് ചെയ്യുന്നില്ല ഫ്രം ലെഫ്റ്റ് സൈഡ്, ഫ്രം ലെഫ്റ്റ് സൈഡ് അല്ലെ? ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏനേക്കാളും കുഞ്ഞു വാല്യൂസിൽ നിന്ന് നോക്കുമ്പോൾ അത് ഡെഫിനിറ്റ് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതൊരു ഡെഫിനിറ്റ് സൈഡിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല. അവിടെ അതിനെ നമ്മളൊരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് അവിടെ? ആക്ച്വലി ഇൻഫിനിറ്റി ആണ് അല്ലെ? സോ ഇവിടുത്തെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ നമുക്ക് ആർ എച്ച് എല്ലും എൽ എച്ച് എല്ലും ഈക്വൽ ആണെന്ന് കിട്ടിയോ? ഇല്ല അല്ലെ? സോ ഇവിടെ എൽ എച്ച് എല് എന്തല്ല, ഓൾറെഡി ഡിഫൈൻഡ് പോലും അല്ല. സോ ഇത് രണ്ട് ഈക്വലും അല്ല. ഹെൻസ് ടു സൈഡഡ് ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? സോ ടു സൈഡഡ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഗ്രാഫിൽ ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫിൽ ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ഗ്രാഫ് നോക്ക്. സെക്കൻഡ് ഗ്രാഫ് നേരത്തെ നേരെ ഓപ്പോസിറ്റാ അല്ലെ? ഇവിടെ നമ്മൾ കണ്ട ഈ ഗ്രാഫിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ഗ്രാഫിലുള്ളത്. സോ ഈ ഗ്രാഫിന് നിങ്ങൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആക്ച്വലി ഈ വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? നോക്ക്, എ മൈനസ് എനേക്കാളും ചെറിയ വാല്യൂ, എക്സിലെ എനേക്കാളും ചെറിയ വാല്യൂ, സീറോന്ന് എനേക്കാളും ചെറിയ വാല്യൂസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈ ഡോട്ടിലേക്ക് അല്ലെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള 1 എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എനേക്കാളും വലിയ വാല്യൂസ് നോക്കുകയാണെങ്കിലോ അതെ നേരത്തെ പോലെ ആരോ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോവാണ് അല്ലെ? അത് ബിഗർ ആൻഡ് ബിഗർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സോ ആസ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും അവിടെ? ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെ? ഇൻഫൈനൈറ്റ്ലി അത് ആ വാല്യൂ ലാർജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഡെഫിനിറ്റ് ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എ പ്ലസ് എഫ് ഓഫ് എക്സിൽ അവിടെ ഡെഫിനിറ്റ് ഹൈറ്റിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് സെക്കൻഡ് ഫിഗറിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഫിഗറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, സോ രണ്ടാമത്തതിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ആ ഇങ്ങനെ ആരോ മാർക്ക് ആയിട്ട് പോകുന്നത് അല്ലെ? സോ ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് അല്ലെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈസ് അൺഡിഫൈൻഡ് അല്ലെ? എന്തുകൊണ്ടാണ് അത് അൺഡിഫൈൻഡ് ആവാൻ കാരണം? സിൻസ് from the right സൈഡിലൂടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഗോയിങ് ടു ഇൻഫിനിറ്റി അല്ലെ? ആ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇൻഫിനിറ്റി, നോ സ്പെസിഫിക് വാല്യൂ. ഓക്കെ, ഒരു നോട്ട് എ സ്പെസിഫിക് വാല്യൂ, ഒരു സ്പെസിഫിക് വാല്യൂയിലേക്കല്ല അത് പോണത് അല്ലെ? Therefore നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ ഇതിന്റെ നോക്കുകയാണെങ്കിൽ എ മൈനസ് എഫ് ഓഫ് എക്സിൽ പക്ഷേ വാല്യൂ ഉണ്ട് അല്ലെ? ഈ പോയിന്റിലൂടെ ഇങ്ങനെ വന്ന് ഇത് എയിലേക്ക് എത്തുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ്. എന്തുകൊണ്ടാണ് അത് ഡിഫൈൻഡ് ആയിട്ടുള്ളത്? സിൻസ് എന്തുകൊണ്ടാണ്? ആസ് എക്സ് അപ്രോച്ചസ് എ ഫ്രം ഏത് സൈഡാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എഫ് ഓഫ് എക്സ് ആസ് എ ഡെഫിനിറ്റ് ഹൈറ്റ് അല്ലെ? എഫ് ഓഫ് എക്സ് ആസ് എ ഡെഫിനിറ്റ് ഹൈറ്റ് ഓഫ് 1. സോ അപ്പോൾ എഫ് ഓഫ് എക്സിന് എന്തുണ്ട്? ഒരു 1 എന്ന് പറയുന്ന ഡെഫിനിറ്റ് ഹൈറ്റ് ഉണ്ട് അല്ലെ? സോ അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് അവിടെ ഉണ്ട് 1 ആണ്. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ? സോ എൽ എച്ച് എൽ നോട്ട് ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ. അപ്പോ ഇവിടെ എന്താണ്? ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയാലേ നമ്മൾ ടു സൈഡഡ് ലിമിറ്റ് ഉള്ളൂ എന്ന് പറയൂ അല്ലെ? സോ ഇവിടെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ അല്ല. സോ നമ്മൾ എന്ത് പറയും? ടു സൈഡഡ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും അല്ലെ? ഇവിടെ ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇതില് ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത കേസ് നോക്ക്. ഇത് നോക്കുമ്പോ എന്താ സംഭവം? ലെഫ്റ്റ് സൈഡ് ലിമിറ്റും റൈറ്റ് സൈഡ് ലിമിറ്റും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് നോക്കാം. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ടു സൈഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? നോക്ക്, ഈ ഫംഗ്ഷൻ നോക്കിക്കേ, ഇവിടെ ഇതുപോലെ ആരോ ആയിട്ട് ഇൻഫിനിറ്റി വരെ നീണ്ടു പോകുന്നുണ്ടോ? ഇല്ല അല്ലെ. രണ്ടിലും ഒരു ഡെഫിനിറ്റ് ഹൈറ്റ് വരെ പോകുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരേ ഹൈറ്റിലേക്കാണോ? രണ്ട് സൈഡിൽ നിന്ന് ഒരൊറ്റ ഹൈറ്റിലേക്കാണോ പോണേ? അല്ല അല്ലെ. നോക്ക്, റൈറ്റ് സൈഡിൽ നിന്ന് ഇതാ 2ലേക്കാണ് പോയത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്ന് 1ലേക്കും പോയി. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ ഡിഫൈൻഡ് ആണ്, പക്ഷെ രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ബട്ട് ബോത്ത് ആർ നോട്ട് ഈക്വൽ അല്ലെ. ആ രണ്ട് വാല്യൂവും പക്ഷെ ഈക്വൽ അല്ല. സോ നമ്മൾ എന്ത് പറയും? ആസ് എക്സ് ടെൻഡ്സ് ടു എ, എഫ് ഓഫ് എക്സ് ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. ഓക്കെ, പക്ഷെ വൺ സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതില് മൂന്നാമത്തെ ക്വസ്റ്റ്യനില് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലെ. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അതെത്രയാണെന്നാ കിട്ടിയത്? എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്? ഈക്വൽ ടു 2. സോ അത് ഡിഫൈൻഡ് ആണ് അല്ലെ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിഫൈൻഡ് ആണ്. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അവർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലെ. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? 1 ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ അതും ഡിഫൈൻഡ് ആണ്, പക്ഷെ എന്തല്ല? ഈക്വൽ അല്ല അല്ലെ. രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, ഹെൻസ് ബോത്ത് ലിമിറ്റ്സ് എക്സിസ്റ്റ് അല്ലെ. രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ആർ നോട്ട് ഈക്വൽ അല്ലെ. അപ്പൊ രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ രണ്ടും ഈക്വൽ അല്ല. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇവരുടെ ഇതിന്റെ ഈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എ മൈനസ് എഫ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് രണ്ടും ഒരേ പോയിന്റിലേക്ക് അല്ല പോകുന്നത് അല്ലെ. രണ്ടും ഒരേ പോയിന്റിലേക്ക് പോയാലേ നമ്മൾ എന്ത് പറയുള്ളൂ? അവിടെ ആ പോയിന്റിൽ ആ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുള്ളൂ. ഓക്കെ, രണ്ടും രണ്ട് പോയിന്റ്സിലേക്കാണ് പോയിട്ടുള്ളത്. നോക്ക്, രണ്ടും രണ്ട് ഭാഗത്തേക്കാണ് പോയത്. നോക്ക്, ഇയാള് നേരെ തല കുത്തനെ ഇങ്ങോട്ട് വന്നപ്പോ മറ്റേയാള് നേരെ കയറി 2ലേക്ക് പോയി അല്ലെ. ഒരാള് തലകുത്തനെ 1ലേക്ക് വന്നു, മറ്റേയാള് നേരെ കയറി 2ലേക്ക് പോയി അല്ലെ. എക്സിന്റെ വാല്യൂ ഇതിനേക്കാളും വലുതാവുമ്പോൾ ഇവിടെ 2ലേക്കാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, ഇവിടെ 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ രണ്ടും രണ്ട് സ്ഥലത്തേക്കാണ് പോയത് അല്ലെ. അപ്പൊ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, എന്തുകൊണ്ടാണ് ഓരോന്നിലും ഇവിടെ ഇതില് ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇതിലും ടു സൈഡഡ് ലിമിറ്റ് ഇല്ല, ഇതിലും ടു സൈഡഡ് ലിമിറ്റ് ഇല്ല. പക്ഷെ ഇതില് എന്താണ്? ഇവിടെ ലെഫ്റ്റ് സൈഡഡ് ലിമിറ്റ് ഡിഫൈൻഡ് അല്ല, റൈറ്റ് സൈഡഡ് ലിമിറ്റ് ഡിഫൈൻഡ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡഡ് ലിമിറ്റ് ഡിഫൈൻഡ് ആണ്, റൈറ്റ് സൈഡഡ് ലിമിറ്റ് ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഇതില് അത് രണ്ടും ഡിഫൈൻഡ് ആണ്, പക്ഷെ വേറെ വേറെ വാല്യൂസ് ആണെന്ന് മാത്രം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, സോ നമുക്ക് അടുത്തതൊരു ഗ്രാഫ് നോക്കാം. ഓക്കെ, നോക്ക്, ഫോർ ദ ഫംഗ്ഷൻസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ വൺ സൈഡഡ് ആൻഡ് ടു സൈഡഡ് ലിമിറ്റ്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ദേ എക്സിസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇവരുടെ 3 പേരുടെയും ആസ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, for the functions given below find the one-sided and two-sided limits at x equal to a if they exist. Okay, അപ്പോൾ x equal to a യിലെ ഇവരുടെ ഈ 3 ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ we have to find limit x tends to a f of x for the 3 graphs. അപ്പോൾ ഇവിടെ ഇതിന്റെ 3ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വാല്യൂ വരുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയാലോ? 3ന്റെയും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിനെ ഞാൻ ഫസ്റ്റ് ഗ്രാഫ് എന്നും ഇതിനെ സെക്കൻഡ് ഗ്രാഫ് എന്നും ഇതിനെ തേർഡ് ഗ്രാഫ് എന്നും വിളിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ്. സോ ഫസ്റ്റ് ഗ്രാഫ് നോക്ക്, ആസ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഒക്കെ എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇതെന്ന് പറയുന്നത് എന്ത് ലിമിറ്റ് ആണ്? എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് അല്ലെ. സോ എ മൈനസ് എന്ന് പറഞ്ഞാൽ എനേക്കാളും ചെറിയ വാല്യൂസ് നിന്ന് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെ. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. സോ ഇവര് ചെറിയ വാല്യൂസ് നിന്ന് വന്ന് പോയി എങ്ങോട്ടാ എത്തണേ? 2ലേക്ക് അല്ലെ. അപ്പോ
എ മൈനസ് എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്? 2ലേക്ക്. ദെൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ? സോ എക്സ് എനേക്കാളും വലിയ വാല്യൂസ്, ഓക്കെ, എനേക്കാളും കുറച്ച് ചെറിയ വാല്യൂസ്. ഓക്കെ, സോ നോക്ക്, അപ്പോൾ എ പ്ലസിലൂടെ എനേക്കാളും വലിയ വാല്യൂസിലൂടെ എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരും എന്താണ്? 2ന്റെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതും 2 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ രണ്ടും എന്താണ്? ഈക്വലും ആണ് അല്ലേ? LHL ഈസ് ഈക്വൽ ടു RHL. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ 2 സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? Therefore, limit x tends to a f of x ന്റെ വാല്യൂ എന്താ വരിക? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഈ വാല്യൂ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷന് നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് നോക്ക്. ഇതില് നിങ്ങൾ പക്ഷേ വിചാരിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കാൻ പോകുന്നത്. നോക്ക്, ഇവിടെ എന്താ വരിക? നോക്ക്, ഇവിടെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഈ ഫംഗ്ഷനിലൂടെ എക്സിന്റെ വാല്യൂസ് എയിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, അറ്റ് എക്സ് ഈക്വൽ ടു എ നമ്മൾ നോക്കൂല ലിമിറ്റ്. ഓക്കെ, ജസ്റ്റ് വി ആർ അപ്രോച്ചിങ് എക്സ് ഈക്വൽ ടു എ. ഓക്കെ, ഫ്രം 2 സൈഡ്സ്. എക്സ് എനേക്കാളും ചെറിയ വാല്യൂസ് ചെയ്യുന്നു, എനേക്കാളും വലിയ വാല്യൂസ് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, അല്ലാണ്ട് ആ പോയിന്റിലല്ല നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, എ മൈനസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിന്റെ വാല്യൂ എന്താ? 2 ആണ് അല്ലെ? ഇവരിതിലൂടെയൊക്കെ വരുമ്പോഴും നമ്മളവിടെ 2നോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ദെൻ ഇപ്പുറത്തെ വാല്യൂ നോക്കുകയാണെങ്കിലും അപ്പോഴും 2നേക്കാളും കുറച്ച് വലിയ വാല്യൂസ് മാത്രം അല്ലെ? അറ്റ് എക്സ് ഈക്വൽ ടു എ. പക്ഷേ ഇവിടെ ഹോൾ ആവാൻ കാരണം എന്താ? അവിടെ ആ പോയിന്റില് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റില് എഫ് ഓഫ് എക്സ് ആക്ച്വലി ഡിഫൈൻഡ് അല്ല. ഓക്കെ, ആക്ച്വലി എക്സ് ഈക്വൽ ടു എയില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 3 ആണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി അത് 2 അല്ല. ഓക്കെ, പക്ഷേ ലിമിറ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട് തന്നെയാണ് അല്ലെ? കാരണം അവിടെ ആ എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ വേറെ എല്ലായിടത്തും ഇത് എന്ത് തന്നെയാണ്? ഒരു സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യാണ് അല്ലെ? അപ്പൊ 2 സൈഡിൽ നിന്നും ഇത് 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ആ പോയിന്റിലെ വാല്യൂ 2 അല്ലാന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എത്രയാ? 3 ആണ് അല്ലെ? എ എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 3 ആണ്. ഓക്കെ, എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു 3. ബട്ട് രണ്ട് ലിമിറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്താ സൂചിപ്പിക്കുന്നത്? 2 ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ലിമിറ്റിന്റെ വാല്യൂ എന്തല്ല എന്ന് മാത്രം? നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ അല്ല എന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ 2 സൈഡിലെയും ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അറ്റ് A2 അല്ലെ? അപ്പോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്ക്, A2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ അവിടെ ഒരു ഹോൾ ആണ് അല്ലെ? there is a hole. Okay, there is a hole which is filled at A3 അല്ലെ? അത് A3-ലാവുമ്പോഴാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, which implies f of a is equal to 3 അല്ലെ? അപ്പൊ അവിടെ f of a യുടെ വാല്യൂ ആക്ച്വലി 3 ആയതുകൊണ്ടാണ് അവിടെ ആ ഹോൾ അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാലും നമ്മൾ എന്ത് പറയും? ഈവൻ ദോ നമ്മൾ എന്താ പറയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. പക്ഷെ അവിടെ എന്താണ്? ആ ഗ്രാഫിലൂടെ നമ്മൾ വരുമ്പോൾ പക്ഷെ അത് 2ലേക്കാണ് എത്തുന്നത് അല്ലെ? ആൻഡ് ദാറ്റ് ഈസ് അവർ എന്ത് ലിമിറ്റ് ആണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് RHL ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്താണ്? 2 തന്നെയാണ് അല്ലെ? LHL RHL നമുക്ക് അവിടെ 2 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ LHL ഇസ് ഈക്വൽ ടു RHL which implies എന്താണ്? അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹെൻസ് ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് ദ വാല്യൂ ഈസ് 2. ഓക്കെ, അവിടെ ആ ലിമിറ്റിന്റെ വാല്യൂ അവിടെ 2 ആണ്. ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, അവിടെ ലിമിറ്റിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2.
ഓക്കെ. സോ അപ്പൊ ലിമിറ്റ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ ഒരു പോയിന്റിലെ ലിമിറ്റ് എന്ന് പറയുന്നത് അവിടെ ആ ഫംഗ്ഷന്റെ വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നില്ല, സോറി എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആ വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തെ വാല്യൂ ആണ്, അല്ലാണ്ട് ആ പോയിന്റിന്റെ വാല്യൂമായിട്ട് അതിന് ശരിക്കും ബന്ധമില്ല. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ആ വരുന്ന സമയത്ത് എന്താണോ വരുന്നത്, എന്താണ് നമുക്ക് കിട്ടുന്നത്, അതാണ്. ഓക്കെ, സോ ലിമിറ്റ് അറ്റ് എ വാല്യൂ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് അറ്റ് എ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് നിയർ എ. ഓക്കെ, നോട്ട് അറ്റ് എ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ അല്ല, അവിടെ എയുടെ അടുത്തുള്ള വാല്യൂസിനെയാണ് എന്ത് ലിമിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ അടുത്ത നോക്ക്, ഈ മൂന്നാമത്തെ ഫിഗർ നോക്ക്. ഈ മൂന്നാമത്തെ ഫിഗറിൽ എങ്ങനെയാ? മൂന്നാമത്തെ ഫിഗറിൽ പക്ഷേ ഇവിടെ എയിൽ ഡിഫൈൻഡ് ആണ് അല്ലെ, എഫ് ഓഫ് എ ഡിഫൈൻഡും ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലെ. എ എക്സ് ഈക്വൽ ടു എ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? 2 ആണ്. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു 2 തന്നെയാണ്, ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോഴും ഒക്കെ എന്താ? 2 തന്നെയാണ് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴും 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ എ പ്ലസ് എഫ് ഓഫ് എക്സ് നോക്കുകയാണെങ്കിലും നമുക്ക് എന്താണ്? 2ലേക്ക് തന്നെയാണ് അല്ലെ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മുടെ മൂന്നാമത്തെ ഫിഗറിലെ ഗ്രാഫ് എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് ഗ്രാഫാ അല്ലെ. നമ്മൾ കണ്ടിന്യൂറ്റി ആക്ച്വലി ഇവിടെയാണ് കണ്ടിന്യൂറ്റി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂവും രണ്ട് സൈഡിലെ ലിമിറ്റും ഒക്കെ ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂറ്റി പറയാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോഴും നമുക്ക് എന്താണ്? വാല്യൂ സെയിം ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. സോ ദ ഗ്രാഫ് ഈസ് സ്മൂത്ത്. ഓക്കെ, ദ ഗ്രാഫ് ഈസ് smooth without any holes or jumps അല്ലെ. ഇവിടെ ഈ ഗ്രാഫില് ഹോളോ ജമ്പോ ഒന്നും ഇല്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോഴും 2 ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോഴും 2 തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിന്ന് രണ്ടൊന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 അല്ലെ. ഹെൻസ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെയും നമുക്ക് എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൻസ് ലിമിറ്റ് എക്സിസ്റ്റ്. സോ ഇതിലും നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 3 കേസിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ 3ലും ഓരോ രീതിയിലാണെന്ന് മാത്രം. ഇവിടെ നമുക്ക് എഫ് ഓഫ് എയില് അത് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷെ ഡിഫൈൻഡ് വാല്യൂ വേറെയാണ്. ഇതിലാണെങ്കിലോ ഫുൾ എല്ലാ പോയിന്റ്സിലും ഡിഫൈൻഡ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 3 ഗ്രാഫ്സ് ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? നമ്മൾ ലിമിറ്റിന്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ലിമിറ്റിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റന്റ് ഫംഗ്ഷനും കുറച്ച് പ്രത്യേകതയുണ്ട് ലിമിറ്റിന്. അപ്പൊ ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇഫ് എഫ് ഈസ് ദി ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ദെൻ ഫോർ എനി വാല്യൂ ഓഫ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു എക്സ് അല്ലെ. നിങ്ങൾക്ക് അറിയാം ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും വൈ. അപ്പോൾ അവിടുത്തെ പോയിന്റ്സ് എങ്ങനെയായിരിക്കും? 1 1 2 2 3 3 4 4 അങ്ങനെ ഈ ഒറിജിനിലൂടെ ഈ ഒരു എക്സ് വൈ ആക്സിസിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു ലൈനാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ. സോ ആ ലൈനിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ വാല്യൂ കിട്ടുക? ദെൻ ഫോർ എനി വാല്യൂ ഓഫ് സി. സോ ആ ലൈനിലെ ഏതൊരു വാല്യൂ എടുത്താലും നമുക്ക് എങ്ങനെയാ ലിമിറ്റ് കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു limit x tends to c f of x is equal to limit x tends to c x is equal to c.
ഓക്കെ, അപ്പോ എക്സ് എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത്, സോ y ഈക്വൽ ടു എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് അതേ വാല്യൂലേക്കായിരിക്കും വൈയും അപ്രോച്ച് ചെയ്യുക അല്ലെ. നോക്ക്, എക്സ് ഇങ്ങനെ ഇവിടെ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വൈ എങ്ങോട്ടാ, വൈയും സെയിം പാറ്റേണിൽ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുക അല്ലെ, കാരണം y ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, സോ ആസ് എക്സ് ടെൻസ് ടു സി ഫ്രം ബോത്ത് സൈഡ് y also approaches c from both side അല്ലെ. അപ്പൊ ഏത് പോയിന്റ് എടുത്താലും, ഇപ്പൊ x ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 1 തന്നെയാണ്, 1ലേക്കാണ് എഫ് ഓഫ് എക്സ് പോവുക അല്ലെ. അപ്പൊ 1ലേക്ക് ഇവിടെ രണ്ട് സൈഡിൽ നിന്നും 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ y എന്തായിരിക്കും, രണ്ട് സൈഡിൽ നിന്നും 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുക അല്ലെ. ഇതിപ്പോ 2 ആണെങ്കിൽ x 2 ആണ് നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ x ഈക്വൽ ടു 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ y എന്താണ്, 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുക അല്ലെ. അപ്പൊ അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ എക്സ് എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് അതേ പോയിന്റിലേക്കാണ് എഫ് ഓഫ് എക്സും അപ്രോച്ച് ചെയ്യുക. ഓക്കെ, സോ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് അല്ലെ. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും, ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് സി ആയിരിക്കും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് എപ്പോഴും ആ എക്സിന്റെ വാല്യൂ എന്താണോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആ വാല്യൂയിലേക്ക് തന്നെയാണ് ഫംഗ്ഷനും അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ്സിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സോ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതെന്താ പ്രത്യേകത, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇൻപുട്ടിൽ ഏത് വാല്യൂ കൊടുത്താലും ആ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും, മാറൂല, ഒരേ വാല്യൂ തന്നെ. ഇപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോ ഇതില് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്, 1 തന്നെയാണ്. പക്ഷെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആവുമ്പോൾ എക്സിന് എന്താണോ എഫ് ഓഫ് 1 എന്താണ് 1, എഫ് ഓഫ് 2 എന്താണ് 2 അല്ലെ. എക്സിന് എന്താണോ വാല്യൂ അതാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും സെയിം വാല്യൂ ആണ് വരിക. ഓക്കെ, അവിടെ എഫ് ഓഫ് എക്സ് മാറില്ല. ഓക്കെ, ആ കോൺസ്റ്റന്റ് എന്താണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതേ വാല്യൂ തന്നെ ആയിരിക്കും, മാറാണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലെ. അപ്പൊ അവിടുത്തെ ലിമിറ്റ് എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്ക്. വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ മാറൂല, എല്ലാ വാല്യൂസിനും ഒരേ വാല്യൂ ആണ് ഫംഗ്ഷൻ. അപ്പൊ ലിമിറ്റ് എന്തായിരിക്കും, എപ്പോഴും ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെ ആയിരിക്കും ലിമിറ്റ്. നോക്ക്, ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരിക. നോക്ക്, നമ്മൾ എഫ് ഓഫ് എക്സിന് എക്സിന് ഏതൊരു വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ഈ ഒരു കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്ന വൈ വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇഫ് എഫ് ഈസ് ദി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ, ദാറ്റ് ഈസ് ഫംഗ്ഷൻ വിത്ത് ദി കോൺസ്റ്റന്റ് വാല്യൂ കെ, ദെൻ ഫോർ എനി വാല്യൂ ഓഫ് സി, ഓക്കെ, സിയുടെ ഏതൊരു വാല്യൂ നമ്മൾ എടുത്താലും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ സിയിലേക്ക് അപ്രോച്ച് ചെയ്യാണ് ഫ്രം ടു സൈഡ്. ഓക്കെ, ഏതൊരു സിയിലേക്കും എക്സിന്റെ വാല്യൂ അപ്രോച്ച് ചെയ്താലും എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ദാറ്റ് ഈസ് കെ വിച്ച് ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, എഫ് ഓഫ് എക്സ് അപ്പോൾ അവിടെ കെ തന്നെയാണ് അല്ലെ. സിയുടെ വാല്യൂ അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തിലേക്കോ അപ്രോച്ച് ചെയ്തോട്ടെ, എഫ് ഓഫ് എക്സ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, കെ തന്നെ ആയിരിക്കും, അതിനൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി കെ ഈസ് ഈക്വൽ ടു ഓൾവേസ് കെ. അതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പ്രത്യേകത. ഓക്കെ, അവിടെ എപ്പോഴും ലിമിറ്റ് ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്കാണ് അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ഫോർ എഫ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ, അതിനെന്തായിരിക്കും, നമ്മൾ ഏതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുത്താലും എക്സിന്റെ വാല്യൂ എങ്ങോട്ടോ അപ്രോച്ച് ചെയ്തോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോവും എന്നുള്ളൊരു രീതിയിലാണ് എന്തിരിക്കുന്നത്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇരിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആരെയും നോക്കുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എടുത്തു അല്ലെ. ഈ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 തന്നെ എടുത്തു എന്ന് വിചാരിച്ചു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും വരിക, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻ എന്തായാലും മാറൂല. അപ്പൊ എന്താണ്, അവിടെ വാല്യൂ 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇതും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു റിസൾട്ട് ആണ്.
ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷനും ഐഡന്റിറ്റി ഫംഗ്ഷനും. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആകുമ്പോൾ എന്താണോ ഇൻപുട്ട് അതിനനുസരിച്ച് ലിമിറ്റ് മാറും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ എന്താണോ ആ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക, ലിമിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ അല്ലേ ഇത്? സോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലിമിറ്റിന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻസും കുറച്ച് ലിമിറ്റ് ലോസും പിന്നെ സാൻഡ്വിച്ച് തിയറും ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂറ്റിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ലിമിറ്റ് എന്താണെന്നും ടു സൈഡ് ഡെഫിനേഷൻ ഓഫ് ലിമിറ്റ് എന്താണെന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞാലെന്നും ഒക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു അല്ലെ. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക, കാരണം കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ലിമിറ്റ്. ഓക്കെ, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ് ലിമിറ്റിലേക്ക് വരുമ്പോൾ. എന്താണ് അതിപ്പോൾ ആ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ആണോ, അല്ലെങ്കിൽ ആ പോയിന്റിലെ ഡിഫൈൻഡ് വാല്യൂ ആണോ, അത് എന്താണ് ആക്ച്വലി ലിമിറ്റ് എന്ന് പറയുന്നത്, എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോവാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാൽക്കുലസിന്റെ ബേസ് ആണ് ലിമിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിമിറ്റ് കറക്റ്റ് മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഓരോ മെല്ലെ മെല്ലെ ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് മെല്ലെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ. പക്ഷെ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ ഫസ്റ്റത്തെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡെറിവേറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പൊ ഡെറിവേറ്റീവ്, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഉഷാറായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, തലേന്നത്തേക്ക് വെക്കരുത്. തലേന്നത്തേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലിമിറ്റ് ഒന്നും പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടൂല, പക്ഷെ ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, സോ നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമുക്ക് ലിമിറ്റിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ദെൻ കണ്ടിന്യൂറ്റിയും കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.